വിശുദ്ധ ബൈബിള് ലോകത്തേറ്റവും അധികം അനുവാചകരുള്ള പുസ്തകമാണ്. ലോകത്തേറ്റവും അധികം വായനക്കാർ അഥവാ അനുവാചകരുണ്ട് എന്ന് മാത്രമല്ല, ഏറ്റവും അധികം പ്രതികൾ വിറ്റഴിഞ്ഞതും പരിഭാഷ നിർവഹിക്കപ്പെട്ടതും നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ആയ കൃതി വിശുദ്ധ ബൈബിളാണ്. ഏറ്റവും വികാസം പ്രാപിച്ച ഇംഗ്ലീഷ് പോലെയുള്ള ഭാഷകൾ മുതൽ ഏറ്റവും ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഒരുപറ്റം ആളുകൾ മാത്രം പറയുന്ന പ്രാദേശിക ഭേദ്യങ്ങളിലേക്ക് പോലും പൂർണ്ണമായോ ഭാഗികമായോ മൊഴിമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ചെയ്തിട്ടുള്ളതുമായ പുസ്തകം വിശുദ്ധ ബൈബിളാണ്. ഈ ബൈബിള് ഏത് ഭാഷയിൽ വായിച്ചാലും അത് സ്വീകാര്യമാണ്. അതിൻ്റെ കാരണം വിശുദ്ധ ബൈബിള് ഏതെങ്കിലും ഒരു ഭാഷ പവിത്രം എന്ന് പറയുന്നില്ല. വിശുദ്ധ ബൈബിള് ഏതെങ്കിലും ഒരു സ്ഥലം പരിശുദ്ധം എന്ന് ചൂണ്ടിക്കാണിക്കുന്നില്ല. വിശുദ്ധ ബൈബിള് ഏതെങ്കിലും ഒരു കൊടിക്കൂറയുടെ തണലിൽ നിങ്ങൾ ഒത്തുകൂടണം എന്ന് ആരെയും ആഹ്വാനം ചെയ്യുന്നില്ല. ഭൂമിയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തോടോ ഒരു നിറത്തോടോ ഒരു കൊടിക്കൂറയോടോ യാതൊരുവിധ പ്രതിപത്തിയും ഇല്ലാതെ ഏതെങ്കിലും ഒരു ഭാഷയോ ഏതെങ്കിലും ഒരു ജനതയ്ക്കോ വേണ്ടി മാത്രമുള്ള ചിന്ത എന്നതിനപ്പുറത്ത് ഭൂമിയുടെ 5 വൻകരകളിലും പാർക്കുന്ന എക്കാലഘട്ടത്തിലുമുള്ള എല്ലാ ഇടത്തുമുള്ള മനുഷ്യരുടെ ഹൃദയാന്തർഭാഗത്തോട് ഇടപെടുന്ന സാർവത്രികമായ രക്ഷാവചനമാണ് ബൈബിളിൻ്റെ ഉള്ളടക്കം. ആ ബൈബിള് 2 ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ പൂർവഭാഗം പഴയ നിയമം എന്നും അതിൻ്റെ ഉത്തരഭാഗം പുതിയ നിയമമെന്നും വിഭജിച്ചിരിക്കുന്നു. പഴയത് പുതിയത് എന്നിങ്ങനെയുള്ള വിഭജനം അതിൻ്റെ മാറ്റു കുറയ്ക്കാനുള്ളതല്ല. പഴയ നിയമത്തെക്കുറിച്ചുള്ള പുതു നിയമത്തിൻ്റെ കാഴ്ചപ്പാട് അത് കാലഹരണപ്പെട്ടതാണ് എന്നുമല്ല. എന്നോട് ചോദിക്കുക, ഏതെങ്കിലും പഴയ നിയമചിന്തകൾ കാലഹരണപ്പെട്ടതാണോ? ഞാൻ പറയും അല്ല, അവയൊന്നും കാലഹരണപ്പെട്ടതല്ല. പിന്നെ പഴയത് പുതിയത് എന്ന് വിളിക്കാനുള്ള കാരണം സാങ്കേതികമാണ്. അത് ബൈബിൾ തന്നെ തരുന്നൊരു നിർദ്ദേശമാണ്. എബ്രായർ 1:1 അതിൻ്റെ പ്രധാന അവലംബം. ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തിരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തിരം നമ്മോട് അരുളി ചെയ്യുന്നു. ഇതാണ് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള സവിശേഷമായ ആ ബന്ധം. ഇന്നെൻ്റെ വിഷയം അതല്ല. ഞാനൊരു ആമുഖം അത്രയും പറഞ്ഞത് ബൈബിളിനെപ്പറ്റി ഗ്രാഹ്യമുള്ള ഒരു ജനതയോട് വീണ്ടും കൂടുതൽ ആവർത്തിക്കുന്നത് നന്നല്ല എന്നുള്ളൊരു ബോധ്യവും എനിക്കുണ്ട്. ഈ ഗ്രാമം വളരെ പ്രബുദ്ധരാണ്. വിവിധ മതവിശ്വാസികളായ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ വിവിധ അടരുകളിൽ ഏതെങ്കിലും രൂപത്തിൽ യേശുവിനെ വിശ്വസിക്കുന്ന ആളുകൾ വളരെയധികമുള്ളൊരു നാടാണിത്. ഇനി അങ്ങനെയല്ല, ഇരിക്കുന്ന ആളുകൾ എല്ലാവരും ക്രൈസ്തവരല്ലെങ്കിലും അതൊരു പ്രശ്നമല്ല. കാരണം ഈ ബൈബിൾ വായിക്കാനും കേൾക്കാനും സ്വീകരിക്കാനുമുള്ള നിങ്ങളുടെ അവകാശം അത് സാർവത്രികമാണ്. ഏത് മതത്തിലും ഏത് വിശ്വാസത്തിലും ഏത് രാഷ്ട്രീയ ബോധത്തിലും നിൽക്കുന്ന ആളിനും ബൈബിൾ വായിക്കാം. അത് ആരുടെ ഔദാര്യമല്ല, അയാളുടെ അവകാശമാണെന്ന് കൃത്യമായി തന്നെ മനസ്സിലാകുന്നു. അടുത്ത കാര്യം, ഈ ബൈബിള് നിങ്ങൾ വായിക്കുക വഴി അത് മൊത്തം വിശ്വസിക്കണമെന്നും നിർബന്ധം ബൈബിളിൽ ശാഠ്യം പുലർത്തുന്നില്ല എന്ന് മനസ്സിലാക്കണം. ഇത് കേട്ടിട്ടുള്ള ഏതൊരാളും ഇത് കേട്ടേ പറ്റൂ എന്ന ഒരു ശാഠ്യമല്ലത് പുലർത്തുന്നത്. മറിച്ച് ഞങ്ങളുടെ മീതെ ഒരു നിർബന്ധമുണ്ട്. ഞങ്ങൾ അറിഞ്ഞ, ഞങ്ങൾ അനുഭവിച്ച, ഞങ്ങൾ മനസ്സിലാക്കിയ ഈ പ്രമാണത്തെ പകലന്തിയോളം അയച്ചവൻ്റെ പ്രവൃത്തി ചെയ്യാനുള്ള ആഹ്വാനത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രസംഗിക്കേണ്ടതുണ്ടെന്നൊരു സത്യം. പക്ഷേ ഇത് വിമർശിക്കാനും നിരാകരിക്കാനുമുള്ള ഒരാളുടെ സ്വാതന്ത്ര്യത്തെയും ബൈബിൾ ബഹുമാനിക്കുന്നു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ഒരുവൻ ബൈബിളിനെയോ യേശുക്രിസ്തുവിനെയോ അതിൻ്റെ ഉള്ളടക്കങ്ങളെയോ നിരാകരിച്ചു എന്ന് കരുതി അയാളെ വെറുക്കാൻ പഠിപ്പിക്കുന്ന പുസ്തകമല്ലിത്. ഒരാൾ യേശുവിനെ നിന്ദിച്ചു ആക്ഷേപിച്ചു എന്ന് കരുതി അയാളുടെ തലയെറുക്കാൻ പറയുന്ന മാർഗ്ഗമല്ലിത്. യേശുവിനെ മാത്രമല്ല, ബൈബിളിനെ കത്തിച്ചു കളഞ്ഞു, അത് ഉള്ളടക്കരഹിതമാണ് എന്ന് വിമർശിച്ചു എന്ന് കരുതി ആ ആളിന് പോലും അർഹിക്കുന്ന ബഹുമാനവും ആദരവും കൊടുത്തുകൊണ്ട് ആശയങ്ങളുടെ തലത്തിൽ ചുട്ട മറുപടി കൊടുക്കാൻ വേണ്ട പ്രാപ്തി
തൻ്റെ ദാസന്മാർക്ക് ദൈവം നൽകിയിട്ടുണ്ട് എന്ന അവബോധത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, ഞങ്ങളുടെ പോരാട്ടത്തിൻ്റെ ശൈലി ജഡികമല്ല. ആയുധമെടുക്കാതെ, ആരെയും കൊല്ലാൻ ആഹ്വാനം ചെയ്യാതെ, ഒരു തുള്ളി ചോര ചിതറാതെ നസ്രായനായ യേശുവിനെക്കുറിച്ചുള്ള അജയ്യമായ സുവിശേഷത്തിൻ്റെ ഘോഷണം വിമർശിക്കുന്നവരെയും സ്വാഗതം ചെയ്യുന്ന വളരെ ഉജ്ജ്വലമായൊരു ചിന്താപദ്ധതിയാണ്. അത് ഞങ്ങൾ ഈ ഗ്രാമത്തോട് ആമുഖമായി തന്നെ ബോധ്യപ്പെടുത്തുന്നു. അതുകൊണ്ട് ഇതതിൻ്റെ സൗന്ദര്യമാണ് എന്നതാണ് ഒരു സത്യം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാനിത് പറയുമ്പോൾ ഒരു വഴിവിട്ട ഒരു പ്രവൃത്തിയെക്കുറിച്ച് അടുത്ത കാലത്ത് എനിക്ക് കേൾക്കാനിടയായി. മറ്റാരുടെയല്ല, ക്രൈസ്തവ സമൂഹത്തിൽ തന്നെ ഒരുപറ്റം വിവരം കെട്ട കുറേ കുട്ടികളുടെ ഒരു ചെറിയ കാര്യമാണ് പറയുന്നത്. ക്ഷമിക്കണം, ഞാൻ സാധാരണ ഇത്തരം കാര്യങ്ങൾ പൊതുവേദിയിൽ പറയില്ല, പാസ്റ്റർമാരും ഒക്കെ ക്ഷമിക്കണം. ഈ പരസ്യവും നടത്തി വരുന്ന ഒരുപറ്റ ആളുകൾ ഈ മധുരതാങ്കൂറിൽ വന്നു, ട്രിവാൻഡ്രത്തു നിന്ന് വന്ന കുട്ടികളാണ്. ഇവർ പരസ്യവും നടത്തി നിന്ന് അവിടെ ഒന്ന് പ്രസംഗിക്കുകയാണ്. വേറെ കുഴപ്പമൊന്നുമില്ല, മദ്യത്തിനെതിരെ മയക്കുമരുന്നിനെതിരെ ഉള്ള സാധാരണ പ്രസംഗമാണ്. ഈ പ്രസംഗം കേട്ട് ഇഷ്ടപ്പെടാത്ത ആരാണ്ട് വന്ന് ശരിക്കും അടിച്ചു, ഇവർക്കിട്ടടിച്ചു. അമ്മാർ നമ്മൾ പ്രതീക്ഷിച്ച പുള്ളികളല്ലായിരുന്നു. അമ്മാർ 1-2 അടി കിട്ടി വാങ്ങിയിട്ട് തിരിച്ചടിച്ചു. 2-3 അടിയൊക്കെ വാങ്ങിയിട്ട് തിരിച്ചടിച്ചപ്പോൾ ഒരുത്തനോട് പറഞ്ഞ, എടാ വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലതെന്ന് ബൈബിളിലുണ്ടെന്ന്. വാക്യം വെച്ചിട്ടാ അടിയെന്ന് പറഞ്ഞാൽ അങ്ങ് പെരുമാറുക. ഞാൻ മനസ്സിലാക്കിയത്, ഈ ചെകിടത്തടിച്ചപ്പോൾ ഇങ്ങേ ഭാഗത്തെ തലയിൽ രോമം കരിഞ്ഞു പോയെന്ന് അടി കൊണ്ടുപോകണ്ട. അത്ര അടി, നല്ല എണ്ണം പറഞ്ഞുള്ള അടി. മനസ്സിലായില്ലേ? അല്ല ചുമ്മാ ആപ്പ ഇപ്പോൾ കുത്തും തോണ്ടുമൊന്നുമല്ല, വാടാ പോടാ ഇതൊന്നുമല്ല. അല്ല, എണ്ണം പറഞ്ഞുള്ള ശാസ്ത്രീയ അടി തന്നെ ശാസ്ത്രീയവും ഉണ്ട്, അടി തന്നെ ലോക്കലും ഉണ്ട്. മനസ്സിലായില്ലേ? ലോക്കൽ അടി ബഹളമായിരിക്കും, ബഹളം, തെറിവിളി, ഇങ്ങനെയൊക്കെ ഉള്ള അവിടെ കാര്യമായ പ്രാക്ടിക്കലി കാര്യമായിട്ടൊന്നും അവിടെ നടന്ന് കാണുകയില്ല. എന്നാൽ ശാസ്ത്രീയ അടിക്കകത്ത് ശബ്ദം വരത്തില്ല, ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ലെന്ന നിലയിലാണ് അതിൻ്റെ പെരുമാറ്റം. എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് ഇത് കേസായിപ്പോയി. കൊടുക്കാൻ 2 കൂട്ടരെയും പോലീസ് പിടിച്ചു. ആ പോലീസ് ഇത് കാര്യങ്ങൾ കേട്ട് വന്നപ്പോൾ മനസ്സിലായി ഇവരെ ഭാഗത്തല്ലല്ലോ കുറ്റം, ഈ ചെറുത്തുനിൽപ്പുണ്ടല്ലോ, സെൽഫ് ഡിഫെൻസ്, അങ്ങനെയൊക്കെ പറഞ്ഞു. ഒടുക്കം ഈ ബഹളം വെക്കാൻ പോയ കക്ഷികളോട് പോലീസുകാരൻ ചോദിച്ചു, സബ് ഇൻസ്പെക്ടർ ചോദിച്ചു, അല്ല അവരവിടെ നിന്ന് പ്രസംഗിച്ചതിന് നിങ്ങൾക്ക് എന്താ ചെയ്തം? നിങ്ങളെന്തിനാന്ന് അതിൻ്റെ ഇടയ്ക്ക് പോയി ബഹളം വെക്കാൻ പോയെ? നിങ്ങളെന്തിനാ അവരെ കയറി തല്ലിയേ? അപ്പോൾ അടി നന്നായി കൊണ്ടൊരു മനുഷ്യൻ ഈ ചെകിട് തിരുമ്മിക്കൊണ്ട് പറഞ്ഞെന്നാണ് പറഞ്ഞേ, എൻ്റെ സാറേ പാസ്റ്റർമാരാന്നോർത്താ ഞങ്ങൾ തല്ലിയേ. അല്ല, മനസ്സിലായോ അതിൻ്റെ അർത്ഥം? അങ്ങനെ അബദ്ധം പറ്റരുത് ആർക്കും. അഥവാ ആരെങ്കിലും ഇങ്ങനെ പ്രോഗ്രാം കരുതി വെച്ചിട്ട് ഞങ്ങളുടെ മണ്ടയ്ക്കൊക്കെ പെരുമാറും, ഞങ്ങൾ സാധുക്കളാ. മനസ്സിലായില്ല? തിരിച്ചടിക്കാനില്ല. ഞാനതിൽ ഒരുത്തനെ ഫോൺ ചെയ്തിട്ട് ചോദിച്ചു, എന്ത് കൊടുക്കുന്നത് ഇതൊക്കെയാണോ? അന്നേരം പറഞ്ഞു, അച്ഛാ അന്നേരത്തെ ഒരു സന്ദർഭത്തിലാണ് അച്ഛാനും പെരുമാറി പോകുന്നു. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, ക്രിസ്ത്യാനിറ്റിയുടെ സൗന്ദര്യം, ക്രിസ്ത്യാനിറ്റിയുടെ മഹത്വം അതിന് ക്ഷമയിലാണ്, അതിലതിൻ്റെ പരിശുദ്ധി. അത് അംഗബലം കൊണ്ട് പോലും കാണിക്കേണ്ടതല്ല, അത് ശക്തിപ്രകടനമല്ല, സാമ്പത്തികമായ ശക്തിപ്രകടനമോ ആയുധം കൊണ്ടുള്ള ഏറ്റുമുട്ടലോ അധികാരം പ്രയോഗിച്ചുള്ള ഹുങ്കോ ഒന്നുമല്ല. എന്താ അത്? മൂർച്ചയുള്ള ഇരുവായ്ത്തല മൂർച്ചയുള്ള വാളുബന്തി കഴുത്തിറക്കാൻ ഓടി വരുന്നവനെ, തുണ്ടം തുണ്ടമാക്കാൻ ഓടി വരുന്നവനെ, സുവിശേഷ വിരോധിയെ, യേശുവിനെ വിരോധിക്കുന്നവനെ മാറോടടുക്കി പിടിക്കുന്ന അജയ്യമായ സ്നേഹമാണ് സുവിശേഷം. രണ്ട് പകയുടെയും വിദ്വേഷത്തിൻ്റെയും മനസ്സൊന്നും കൊണ്ട് സുവിശേഷം പറയാൻ പാടില്ല. എന്ന് വെച്ചാൽ കത്തിക്കരിഞ്ഞ ഗ്രഹാം സ്റ്റീഡ്സിനെ, തൻ്റെ 2 മക്കളെ ആ പെട്രോൾ ഒഴിച്ച് തീ കത്തിക്കുമ്പോൾ ആ കത്തിച്ച മനുഷ്യനോടും ആദരവ് കാണിക്കുന്നതാണ് സുവിശേഷം, അവനെയും സ്നേഹിക്കുന്നതാണ് സുവിശേഷം. ഛത്തീസ്ഗഡിലെ ക്രൈസ്തവ സ്ഥാപനങ്ങൾ അടിച്ചു തകർത്ത് നൂറ്റാണ്ടുകളായി ദൈവമക്കൾ ഉപയോഗിച്ചു കൊണ്ടിരുന്ന അവരെ ആലയങ്ങളെ മുഴുവൻ നിഷ്പ്രഭമാക്കി പുരോഹിത ശ്രേഷ്ഠന്മാരെയും പാസ്റ്റർമാരെയും ഒക്കെ കഠിനമായി പീഡിപ്പിക്കുമ്പോഴും ക്ഷമയുടെ ആയുധം കയ്യിലെന്തിക്കൊണ്ട് ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സഹനശക്തിയുടെ പേരാണ് സുവിശേഷം. ഹല്ലേലൂയ. ആ സുവിശേഷം പറയാൻ വ്യാപൃതരായ ദൈവമക്കളെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് മാത്രമാണ് നമ്മുടെ പ്രസംഗം. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് രാത്രി ഒരിക്കൽ കൂടി യേശുവിനെ ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ സുവിശേഷത്തിൻ്റെ സാരാംശം ഘോഷിക്കട്ടെ. മറ്റൊരുത്തരും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം. ഹല്ലേലൂയ. ഇനി നമുക്ക് വായിച്ച തിരുവചനം വഴി വരണം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗം വായിച്ചത്.
ഇതിൻ്റെ ഓതർ, ഇതിൻ്റെ എഴുത്തുകാരൻ എസ്ര ശാസ്ത്രി എന്നറിയപ്പെടുക. എസ്ര എന്നാണ് പുസ്തകത്തിൻ്റെ തലക്കെട്ടിൽ കിടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മൊത്തം അറിയപ്പെടുന്ന പേര് എസ്ര ശാസ്ത്രി എന്നാണ്. ബൈബിളിൽ ശാസ്ത്രി എന്ന പദം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ജ്ഞാനി എവിടെ, ശാസ്ത്രി എവിടെ എന്ന് പൗലോസ് ചോദിക്കുന്നുണ്ട് കൊരിന്ത്യർ ലേഖനത്തിൽ. പിന്നെ യേശുവിൻ്റെ സമ്മേളനങ്ങളിൽ മറുവാക്ക് പറയാൻ ഓടി വരുന്ന ആളുകളുണ്ടായിരുന്നു. അവരിൽ ഒരു വിഭാഗത്തിൻ്റെ പേര് ശാസ്ത്രിമാരെന്നാണ്. ശാസ്ത്രിമാർ അവൻ്റെ അടുക്കൽ വന്നു, പരീശന്മാർ അവൻ്റെ അടുക്കൽ വന്നു. ഇങ്ങനെ വരുന്നൊരു വിഭാഗം ആളുകളുടെ പേരാണ് ശാസ്ത്രിമാർ. ആരാണ് ഈ ശാസ്ത്രി? ഈ ശാസ്ത്രിക്ക് ഇംഗ്ലീഷിൽ കിടക്കുന്ന പദം സ്ക്രൈബ്സ് എന്നാണ്. സ്ക്രൈബ്, എഴുതുന്നയാൾ. നമ്മുടെ ആധാരം എഴുതുന്ന സഹോദരങ്ങളുടെ പേരും അവരും അറിയപ്പെടുന്ന സ്ക്രൈബ്സ് എന്നാണ്. എന്ന് വെച്ചാൽ ആധികാരികമായി എഴുതുന്ന ആൾ എന്നേ അർത്ഥമുള്ളൂ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു പ്രമാണം പകർപ്പെഴുതാൻ അധികാരമുള്ള അധികാരകേന്ദ്രം ചുമതലപ്പെടുത്തിയിട്ടുള്ള ലൈസൻസിയുടെ പേരാണ് ശാസ്ത്രി. ഈ ശാസ്ത്രി സ്വന്തമായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. ശാസ്ത്രി സ്വന്തമായിട്ടൊരു സിദ്ധാന്തവും മെനയുന്നില്ല. ശാസ്ത്രി ചെയ്യുന്നത് നിലവിലുള്ള ഒരു പ്രമാണത്തെ പകർപ്പെടുക്കുക. ഇതാണ് ശാസ്ത്രിയുടെ ജോലി. കേട്ടാൽ എളുപ്പമാണെങ്കിലും ബൈബിളിൻ്റെ പകർപ്പെഴുതുക എന്നതാണ് ഇവിടെ കാണുന്ന ശാസ്ത്രിമാരുടെ ജോലി. അതൊന്ന് വിശദീകരിക്കാനുണ്ട്, ശ്രദ്ധിക്കണം. അതാണ് ശാസ്ത്രിമാരുടെ ജോലി. ശാസ്ത്രിയുടെ ജോലി നിലവിലുള്ളൊരു പ്രമാണത്തെ തത്തുല്യമായൊരു പകർപ്പെടുത്ത് സൂക്ഷിക്കുക. അതും ബൈബിളിൻ്റെയാണ്. അന്നക്കാലത്ത് പഴയ നിയമം എന്ന് നമ്മൾ പറയുന്ന 39 പുസ്തകങ്ങൾ. അതിലെ ഉത്തരവാദിത്വത്തിൻ്റെ ഗൗരവം ഞാൻ നിങ്ങളോടൊന്ന് പറയാം. ഒന്നാമതായിട്ട്, ഈ ബൈബിൾ അന്ന് എഴുതാൻ ഇന്ന് കാണുന്ന വിധത്തിൽ പേപ്പറും പേനയും അച്ചടി സംവിധാനങ്ങളോ ഒന്നും ലഭ്യമല്ലല്ലോ. നാരായം കൊണ്ടെഴുതണം, തൂവൽ കൊണ്ടെഴുതണം, അങ്ങനെ ഏതെങ്കിലും എഴുത്തുപോലെ മഷിയിൽ മുക്കി എഴുതുകയാണ് പതിവ്. ഈ എഴുതാൻ ഉപയോഗിക്കുന്ന പ്രതലം, നമ്മളിന്ന് പേപ്പർ എന്നൊക്കെ പറയുന്നതിൻ്റെ പ്രാകൃത രൂപം പാപ്പിറസ് എന്നാണ് പറയുക. പാപ്പിറസ്. ഇത് നൈൽ നദിയുടെ തീരത്ത് വിടരുന്ന ഞാങ്ങണ എന്ന് മലയാളത്തിൽ പറയുന്ന, പാപ്പിറസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ത്രികോണ ആകൃതിയിലുള്ള സ്റ്റെമ്മോട് കൂടിയ ഒരു ചെടിക്കുള്ളിലെ പൾപ്പ് ശേഖരിച്ചെടുത്ത് സംസ്കരിച്ചുണ്ടാക്കുന്നതാണ് പാപ്പിറസ്. അതിനന്നും ഇന്നും വില വളരെയാണ്. ഇനി മറ്റൊരെഴുത്തു വിധം പാർച്ച്മെൻസ് എന്ന് പറയും. കേൾക്കുന്ന പോലെ അതത്ര കട്ടിയുള്ള പേര് കട്ടിയാണെങ്കിലും സംഗതി വളരെ എളുപ്പമാണ്. അത് മൃഗങ്ങളുടെ തോലാണ് എഴുതാൻ ഉപയോഗിച്ചത്, മൃഗത്തോല്. ഇപ്പോൾ ബൈബിളിൻ്റെ ആദ്യകാല പ്രതിയൊക്കെ എഴുതുന്നത് എവിടെയാണ്? മൃഗത്തിൻ്റെ തോലിൽ. മൃഗത്തിൻ്റെ തോലിൽ നിന്ന് കേട്ടപ്പോൾ ചിലരെടുത്തു ഈ കന്നുകാലിയെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അതിൻ്റെ ദേഹത്ത് എഴുതിയിട്ട് മത്തായിയുടെ സുവിശേഷം പോകോ, മർക്കോസ് വന്നാട്ട് അടുത്ത ആളുടെ ദേഹത്ത്. അന്നേരം വീട്ടിൽ അച്ഛൻ ചോദിക്കുക, മത്തായിയുടെ സുവിശേഷം എന്ത് ചെയ്യേ? അതവിടെ നിന്ന് തിന്നുന്നു. മർക്കോസ് എന്ത് ചെയ്യേ? വെള്ളം കുടിക്കുന്നു. അങ്ങനെയൊന്നുമല്ല. ഇതിൻ്റെ തോല് ഈ കാളകളെ കൊന്ന്, ആട്ടുകൊറ്റനെ കൊന്ന് അതിൻ്റെ തോലിലാണ് എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ബൈബിൾ എഴുതാൻ എത്ര തോല് വേണമായിരുന്നു, എത്ര ആടിനെ കൊല്ലണമായിരുന്നു. ഇതിൻ്റെ ചിലവൊന്ന് ആലോചിച്ച് നോക്കിയേ. ഭയങ്കര ചിലവാണ്. അപ്പോൾ ഈ ജോലി ചെയ്യുന്നവരുടെ ഉത്തരവാദിത്വം എത്ര ഗൗരവമേറിയതാണ് എന്നൊന്ന് ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ശാസ്ത്രി. ഇനി മറ്റൊന്നുണ്ട്. ശാസ്ത്രി ബൈബിൾ പകർത്തി എഴുതുന്നതിന് ചില നിയമങ്ങളുണ്ട്. അതാ ഞങ്ങൾ പറയുന്നത്, ബൈബിളിൽ തെറ്റ് വരാൻ സാധിക്കില്ല. ചില വിദ്വാൻമാർ ഞങ്ങളെയൊക്കെ വെല്ലുവിളിച്ചൊരിക്കൽ പറഞ്ഞിരുന്നു, ബൈബിളിൽ തെറ്റുണ്ട്, വാ ഒന്ന് കാണിച്ചതായോ. ഞങ്ങൾ പറഞ്ഞിട്ട് മുമ്പിൽ വന്നിരുന്ന് കാണിക്കുന്നില്ല. അങ്ങനെ മാറി ഈ ആളില്ല പോസ്റ്റ് ഗോൾ അടിച്ചിട്ട് പോകാൻ പതിവ്. അങ്ങനെയല്ല, ഈ ഇപ്പുറത്ത് പ്രതിവാദം പറയുന്നവനോട് സംസാരിക്കണം. അതാ വേണ്ടത്. ഞങ്ങളങ്ങനെ ചെയ്യുക. ആ സന്നദ്ധരെയാണ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് കേട്ടോ, ബൈബിളിൻ്റെ മൂലകൃതികളിൽ തെറ്റ് വരില്ല. എൻ്റെ കാരണം പറയാം. അത് ആത്മീയ ഗ്രന്ഥമായതുകൊണ്ട് മാത്രമല്ല. മറ്റൊന്ന്, ഈ ബൈബിള് മനുഷ്യൻ എഴുതിയ പുസ്തകമെന്നാണ് ബൈബിളിൽ തന്നെ ഉള്ളത്. ഒരു സംശയം വേണ്ട, ബൈബിളും മനുഷ്യൻ എഴുതിയതാണ്. ഒരു സംശയം വേണ്ട, ബൈബിൾ എഴുതിയിരിക്കുകയാണ്, മനുഷ്യൻ എഴുതിയാണ്. അമാനുഷിക സിദ്ധിയുള്ള ആളാണോ? അല്ലെന്ന്. എന്നെ നിങ്ങളെയും ഈ ശുചിപ്പാശ്രയൊക്കെ പോലെയുള്ള സാധാരണ മനുഷ്യർ, അതിൽ ശ്രേഷ്ഠനായൊരു എഴുത്തുകാരൻ തന്നെ പരിചയപ്പെടുത്തുക, അകാല പ്രജയായ ഞാനെന്ന്. ഇതിപ്പരം വേണോ? പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ആത്മനിറവ് പ്രാപിച്ചിട്ട് മനുഷ്യൻ എഴുതിയതാണ്.
ആത്മനിയോഗത്താൽ എഴുതിയതാണ്. അതാണ് ബൈബിള്. അതിൽ ഈ മൊഴി മാറ്റിയെടുക്കുമ്പോൾ ഈ കോപ്പി എഴുതിയെടുക്കുമ്പോഴുള്ള 17 പ്രബല നിയമങ്ങളുണ്ട്. ഞാനതൊക്കെ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടാൽ മതി. എങ്കിലും അത്യാവശ്യം ചിലത് നിങ്ങളോട് പറയാം, എങ്കിലേ ഈ എസ്രാ ശാസ്ത്രിയുടെ ജോലിയുടെ ഗൗരവം മനസ്സിലാവൂ. നോക്കണേ, തൻ്റെ മുമ്പിൽ ഒരു മാസ്റ്റർ കോപ്പി വേണം, മുമ്പ് എഴുതിയൊരു കോപ്പി, അതിൽ നിന്ന് പ്രതി എഴുതാൻ പോകാണ്. ഇതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതലം പാർച്ച്മെൻസോ പാപ്പിറസോ ആകട്ടെ, അത് 1 മില്ലി പോലും അളവ് വ്യത്യാസം വരാൻ പാടില്ല. ഓരോ ചുരുളുകൾക്കും ഒരേ അളവായിരിക്കണം. അക്ഷരം എഴുതി തുടങ്ങാൻ അയാൾ നിശ്ചയദാർഢ്യമുള്ള ചില വ്രതങ്ങൾ അനുഷ്ഠിച്ചു വേണം ഈ ദിവസങ്ങളിൽ ഈ പുസ്തകത്തിൻ്റെ എഴുത്തിൽ അദ്ദേഹം വ്യാപൃതനാകാൻ. വലത്തുനിന്ന് ഇടത്തോട്ടെഴുതുന്ന ഹീബ്രു അക്ഷരങ്ങളാണ്. ഈ അക്ഷരം എഴുതുമ്പോഴുള്ള പ്രത്യേകത, ഒരക്ഷരം മറ്റൊരക്ഷരത്തെ സ്പർശിച്ച് കിടന്നുകൂടാ. 2 അക്ഷരങ്ങൾ തമ്മിൽ ഒരു തലനാരിഴയുടെയെങ്കിലും അകലമുണ്ടായിരിക്കണം. ഒരു ലൈനിലേക്ക് 13 അക്ഷരങ്ങളിൽ കൂടുതൽ വരരുത്. താഴേക്ക് 30 അക്ഷരങ്ങളിൽ കൂടുതൽ വരരുത്. ഇനിയുമുണ്ട് നിബന്ധനകളേറെ. പ്രത്യേകം തയ്യാറാക്കിയ കറുത്ത നിറമുള്ള മഷി കൊണ്ട് മാത്രമേ എഴുതാവൂ. ഇനിയുമുണ്ട് നിയമം. ദൈവത്തിൻ്റെ പേരെഴുതുമ്പോൾ വെർജിൻ പെന്നുകൊണ്ട് എഴുതരുത്. എഴുതുന്ന പേന ഒക്കെ സൂക്ഷിച്ചു വേണം. ഒത്തിരി നിബന്ധനകൾ ഈ രൂപത്തിലുണ്ട്. വളരെ രസാവഹമായ മറ്റൊരു നിയമം പറയാം. ഈ മനുഷ്യൻ നിരന്തരം എഴുതി ചില ഭാഗങ്ങൾ മനപ്പാടമായിരിക്കും. പക്ഷെ ഓർമ്മയിൽ നിന്ന് എഴുതരുത്, ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കിയേ എഴുതാവൂ. എക്സാമ്പിൾ, നമുക്കറിയാം 23 സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം, യഹോവൻ്റെ ഇടയനാകുന്നു. ശാസ്ത്രിക്ക് നമ്മളെക്കാൾ അറിയാമല്ലോ. പക്ഷെ ഓർമ്മയിൽ നിന്ന് യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് എഴുതാതെ തൊട്ടുമുമ്പിലിരിക്കുന്ന മാസ്റ്റർ കോപ്പി നോക്കി മാത്രമേ എഴുതാവൂ. ഇതിനിടയിൽ ഈ എഴുതിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് രാജാവ് കയറി വന്നു എന്ന് വിചാരിക്കുക. രാജാവ് കയറി വന്നാൽ പോലും ശാസ്ത്രി നോക്കുകയോ അഭിവാദ്യം ചെയ്യുകയോ അഭിവാദ്യം സ്വീകരിക്കുകയോ പ്രത്യഭിവാദ്യം ചെയ്യുകയോ ചെയ്യരുത്. കാരണം മഹാരാജാവിൻ്റെ ജോലി ഞാൻ ചെയ്തുകൊണ്ടിരിക്കെ സാറൊരു ലോക്കൽ രാജാവ് മാത്രമാണ്. ഇതാണതിൻ്റെ നിബന്ധന. ഇങ്ങനെയാണ് ഇതിൻ്റെ രൂപകൽപ്പന. ഇതിൽ ഏതെങ്കിലും ഒരു നിയമം തെറ്റിച്ചാൽ സൂപ്പർവൈസ് ചെയ്യാൻ മറ്റൊരു ശാസ്ത്രി നിൽപ്പുണ്ട്. സീനിയറായൊരു ശാസ്ത്രി, നമ്മൾ സെൻട്രൽ ഭാഷ എന്നൊക്കെ പറയുന്ന പോലെ ഒരു സീനിയർ ആൾ നിൽപ്പുണ്ട്. അദ്ദേഹം ഇതെല്ലാം വായിച്ചിട്ട് ശരിവെക്കണം. ഇനി ഇതിലേതെങ്കിലും തെറ്റിപ്പോയാൽ, തെറ്റെന്ന് പറഞ്ഞാൽ വെറുതെ കുത്തോ കോമയോ ഒരു സ്പർശമോ ഉണ്ടായാൽ പോലും ഈ പേപ്പർ തലങ്ങും വിലങ്ങും വരയിട്ട് ക്രോസ് ചെയ്ത് അസാധുവാക്കി മാറ്റണം. ഇങ്ങനെ അസാധുവാക്കി മാറ്റുന്ന ഷീറ്റുകൾ ദേവാലയത്തിനകത്ത് ഗനീസ എന്നറിയപ്പെടുന്ന ഒരു അലമാരയുണ്ട്. ആ അലമാരയ്ക്കുള്ളിൽ നിക്ഷേപിക്കണം. ഈ അലമാര നിറഞ്ഞു കഴിയുമ്പോൾ ഈ ഉപയോഗശൂന്യമായ ഷീറ്റുകൾ മുഴുവൻ ശവം സംസ്കരിക്കുന്ന രീതിയിൽ കുഴിച്ചിടുകയോ, ശവം സംസ്കരിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ അവിടെ ബണ്ണുമൊക്കെ വെച്ചുകൊണ്ടിരിക്കണമെന്നല്ല പറഞ്ഞ്, ബണ്ണും കാപ്പിയൊന്നും കൊടുക്കണമെന്നല്ല പറഞ്ഞ്, എൻ്റെ അപ്പം ചോന്ന് കരയണമെന്നുമല്ല, മറിച്ച് തിരിച്ചൊരിക്കലും എടുക്കാത്ത വിധം മണ്ണിൻ്റെ അകത്ത് ലയിപ്പിച്ച് കളയണം, നശിപ്പിച്ച് കളയണം. അല്ല കത്തിക്കാനാണ് ഭാവമെങ്കിൽ അതിൻ്റെ ഓരം പോലും ഇരിക്കാൻ പാടില്ല, മുഴുവൻ ഷീറ്റും കത്തിച്ച് കളയണം. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കയ്യിലേക്ക് ഈ പുസ്തകം വന്നത്. കാര്യം മനസ്സിലായോ? ഇത് കൈകാര്യം ചെയ്യാൻ എല്ലാവർക്കും അധികാരമില്ല. അത്തരത്തിലൊരു പണ്ഡിതൻ്റെ പേരായിരുന്നു എസ്രാ ശാസ്ത്രി. ഈ എസ്രാ ശാസ്ത്രി ഒരു ചരിത്ര വിഷയത്തെ പരാമർശിക്കുന്നതാണ് ഈ കണ്ടത്. നമ്മുടെ നാളെ കൂടി വേണ്ട ചിന്തയ്ക്കൊരു അടിസ്ഥാനമാണ് ഞാൻ ഇന്ന് ഇടുന്നത്. സന്തോഷമാണോ? മനസ്സിലാവുന്നുണ്ടോ? ഞാനിങ്ങനെ ശാന്തമായി പറയുന്നത് കൊണ്ട് ഒരു ഉണർവില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ അത് ഉണർവുള്ള രീതിയിൽ പറയാം. പ്രിയമുള്ളവരെ, എസ്രാ ശാസ്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയണോ? എന്നിട്ട് ഇതിലൊരടി. എനിക്കിതൊക്കെ അറിയാം. ഞാൻ പിന്നെ കുറച്ചാളായിട്ട് സുഖമില്ലാത്തതുകൊണ്ട് അത്ര ഒരു പ്രകടനത്തിന് പോകാത്ത. അങ്ങനെ പറയണോ? അമ്മച്ചിമാർക്കൊക്കെ അങ്ങനൊരു താല്പര്യം.
ഈ ഉണർവ് പ്രസംഗം എന്ന് പറഞ്ഞാൽ വ്യത്യാസം ഇത്രേ ഉള്ളൂ. ഇപ്പം ഞാൻ ശാന്തമായിട്ട് ശാസ്ത്രി 17 നിയമം പാലിച്ച് ഇത് എഴുതൂ എന്നൊക്കെ പറയുന്ന കാര്യം ഇങ്ങനെയുള്ളൂ. പ്രിയമുള്ളവരെ, 17-ാമതായിരിക്കുന്ന നിയമം പാലിച്ചെഴുതുവാൻ തക്കനിടയായി തീർന്നുകൊണ്ടിരിക്കുന്നതായ ഒരു പുസ്തകമാണ് ബൈബിൾ. അങ്ങനെ പറയണം, അങ്ങനെയാ ശരിക്കും പറയണ്ട. പക്ഷേ എല്ലാവരും ഒന്ന് കേട്ടോട്ടെ, മറ്റാൾക്കാരൂടെ മനസ്സിലാക്കിക്കോട്ടെ എന്ന് ഓർത്താ ഞാൻ ശാന്തമായിട്ട് പറയുന്നത്. അതിനല്ല പഴയ ആരോഗ്യമൊന്നും ഇല്ലെന്ന്. നമ്മളെയും കൂടെ നോക്കണ്ടേ? ശ്രദ്ധിച്ചാട്ടെ. അപ്പോൾ ഇവിടെ പറയുകയാണേ, എസ്രാ ശാസ്ത്രി ഒരു വലിയ ചരിത്ര വിശകലനം പറയുക. മക്കളത് നന്നായിട്ടൊന്ന് വായിച്ചേ. മോടെ വായന സൂപ്പറായിട്ടുണ്ട്, വായിച്ചേ. യിരെമ്യാ മുഖാന്തരം ഉണ്ടായ യഹോവയുടെ അരുളപ്പാട് നിവർത്തിയാകേണ്ടതിന്. യെരമ്യാ മുഖാന്തരമുണ്ടായ യഹോവയുടെ അരുളപ്പാട് നിവൃത്തിയാകേണ്ടതിന് പാർസി രാജാവായ കോരശിന്റെ 1-ാം ആണ്ടിൽ യഹോവ പാർസി രാജാവായ കോരശിന്റെ മനസ്സിനെ ഉണർത്തിയിട്ട്. യഹോവ പേർഷ്യൻ ചക്രവർത്തിയായ കോരശിന്റെ മനസ്സിനെ ഉണർത്തി. ആദ്യം നമുക്ക് ഈ പാർസി രാജാവ് എന്നൊരു പദം ഒന്ന് ഗ്രഹിച്ചിട്ട് വേണം പോകാൻ. ആരാണ് പാർസികൾ? പേർഷ്യക്കാരെന്നും പാർസികളെന്നും മജൗസികൾ എന്നുമൊക്കെ ഇവരെ വിളിക്കും. ഇവർ പുരാതന ഇറാൻ നിവാസികളായിരുന്നു. ഇന്ന് ഇറാൻ എന്ന് വിളിക്കുന്ന രാജ്യത്തിൻ്റെ പഴയ പേരാണ് പേർഷ്യ. അവിടെ ഒരു സാമ്രാജ്യമുണ്ടായിരുന്നു. അവിടം കേന്ദ്രീകരിച്ചുള്ള ആ സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി എത്യോപ്യ മുതൽ ഇന്ത്യ വരെ വ്യാപിച്ചു കിടന്നിരുന്നു. എത്യോപ്യ മുതൽ ഇന്ത്യ വരെ വിസ്തൃതമായി കിടന്ന ആ രാജ്യത്തെ ഭരിച്ചിരുന്ന അന്നത്തെ ചക്രവർത്തിക്ക് ചരിത്രമിട്ട പേര് കാംബിയസ് എന്നാണ്. കാംബിയസ് രണ്ടാമൻ. ഈ കാംബിയസിൻ്റെ മറ്റൊരു പേരാണ് സൈറസ് അഥവാ കോരശ്. അദ്ദേഹത്തിൻ്റെ കാര്യമാണ് ഈ മോളിപ്പോൾ വായിച്ചത്. ഇനി ഈ പാർസികളെപ്പറ്റി ഒരു കാര്യമൊന്ന് പറയാം. ഇവർക്കൊരു മതമുണ്ടായിരുന്നു. ആ മതം പാർസി മതം എന്നറിയപ്പെട്ടു. ആ പാർസി മതത്തിൻ്റെ സ്ഥാപകൻ്റെ പേര് സൗരാഷ്ട്രർ എന്നായിരുന്നു. സൗരാഷ്ട്രർ. ആ പേരുള്ള ആരെങ്കിലും ഇന്നിവിടെ ഉണ്ടെങ്കിൽ ഇപ്പോൾ എഴുന്നേറ്റാൽ വിടുതലാണ്. ഇല്ലല്ലോ. ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടോ പറയാം. ചിലരിത് എന്താ ശ്രദ്ധിക്കുകയല്ല. ഇനി പറഞ്ഞാൽ ഇനി അഥവാ ഉണ്ടായെങ്കിൽ നമ്മുടെ ഒരു അവസ്ഥ പറയണ്ടല്ലോ. ഏതായാലും സൗരാഷ്ട്രരാണ് ഈ പാർസി മതത്തിൻ്റെ സ്ഥാപകൻ. അവർക്കൊരു പുസ്തകം ഉണ്ടായിരുന്നു, സെന്തവസ്ഥ. ഇത്രയും പറഞ്ഞപ്പോൾ അവർക്കൊരു ദേവനുണ്ട്, ഒരു ദൈവം. ആ ദൈവത്തിൻ്റെ പേര് കൂടി പഠിക്കണം. അഹൂരമസ്ദ എന്നായിരുന്നു അവരുടെ ദേവൻ്റെ പേര്. എങ്ങനെയാ? എല്ലാവരും പഠിച്ചു. അഹൂരമസ്ദ. സ്വരാജ് മസ്ദ എന്ന് ഓർത്താൽ മതി, പഠിക്കാൻ എളുപ്പമാണ്. അഹൂരമസ്ദ. അഹുര എന്ന് ചുരുക്കത്തിൽ പറഞ്ഞാൽ മതി. ഇത് കേട്ടപ്പോൾ ചില അമ്മച്ചിമാർക്കൊരു പ്രയാസം. അവരുടെ ദൈവത്തിൻ്റെ പേര് പറഞ്ഞു, ഇതുവരെയും പിശായിൻ്റെ പേര് പറഞ്ഞില്ലല്ലോ എന്നൊരു സങ്കടം. പറയാം. അവരുടെ സാത്താൻ്റെ പേര് അഹ്രിമാൻ എന്നായിരുന്നു. അഹ്രിമാൻ. എങ്ങനെയാ? പറയരുത്. ഈ അടുത്ത കാലത്ത് പല്ല് വെച്ചാരും വെപ്പോല് വെച്ചാരും ഈ പറഞ്ഞ പദം പറയരുത്. പറഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല. അഹ്രിമാൻ. ഓക്കെ? അഹൂരമസ്തയും അഹ്രിമാനും. അഹൂരമസ്ത ഈസ് ദ ഗോഡ് ഓഫ് ലൈറ്റ് ആൻഡ് അഹ്രിമാൻ ഈസ് ദ ഗോഡ് ഓഫ് ഡാർക്ക്നെസ്. ഇരുട്ടിൻ്റെ ദേവനാണ് അഹ്രിമാൻ. അഹൂരമസ്ത വെളിച്ചത്തിൻ്റെ ദേവനാണ്. വെളിച്ചത്തിൻ്റെ ഏത് രൂപങ്ങളെയും അവർ ദൈവമായി കണ്ടു. സൂര്യൻ, ചന്ദ്രൻ, നിലാവെളിച്ചം, വേണ്ട ഇവിടെ ഇപ്പോൾ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഈ വൈദ്യുത വെളിച്ചം കണ്ടാൽ ഒരു പാർസി പറയും ഇതും അഹൂരമസ്തയുടെ സാന്നിധ്യമാണ്. വേണ്ട, നിങ്ങളവിടെ നോക്കുമ്പോൾ എൻ്റെ സ്പെക്സിലേക്ക് കണ്ണടയിലേക്ക് വെളിച്ചമടിച്ചിട്ട് ഒരു റിഫ്ലക്ഷൻ വരുന്നില്ലേ? നിങ്ങൾ ചിലരെ കണ്ണട കണ്ടിട്ട് എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. ഒരു പാർസി മതസ്ഥൻ കണ്ടാൽ പറയും ഇതെല്ലാം അഹൂരമസ്തയുടെ സാന്നിധ്യമാണ്. ഇങ്ങനെ അവർ വെളിച്ചത്തെ ദൈവമായി കണ്ടു. ആ വെളിച്ചത്തിൻ്റെ വഴിതടയുന്ന ഇരുട്ടിനെ പിശാചായും കണ്ടു. ഇവർ തമ്മിലുള്ള സംഘട്ടനമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ലോകചരിത്രം. ഇതൊക്കെ വിശ്വസിച്ചു പോന്ന കോരശ് എന്ന ചക്രവർത്തി ഇപ്പോൾ പറയുക,
യഹോവ ലോകത്തിലെ സകല രാജ്യങ്ങളും എൻ്റെ പക്കൽ തന്നു. അഹുരമസ്ത തന്നല്ല, അഹ്രിമാനോട് പോരാടി ഞാൻ പിടിച്ചു എന്നല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളും എനിക്ക് തന്നിരിക്കുന്നു. ഈ മഹാരാജാവിനെ കൊണ്ട് തൻ്റെ ദൈവത്തിൻ്റെ പേര് അഹൂരമസ്തകം എന്നായിരിക്കെ ആ പേരിന് ബലവും വീര്യവും കൽപ്പിക്കുന്ന ഒരു മതബോധം സിരകളിലോടുന്ന രാജാവിൻ്റെ ഹൃദയത്തിലേക്ക് ആരാണ് നട്ടുകൊടുത്തത്? ആരാണ് കൃത്യമായി ഈ ചിന്തയുടെ പ്രവാഹം ആ ഹൃദയത്തിൽ കൊണ്ട് സൃഷ്ടിച്ചത്? ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാണെന്നും ആ സ്വർഗീയ ദൈവമായ യഹോവ എനിക്ക് ഭൂമിയിലെ സകല രാജ്യവും തന്നിരിക്കുന്നു എന്ന് അയാളെ കൊണ്ട് പറയാൻ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? നമ്മളത് ഇനി അല്പനേരം ഒന്ന് ചിന്തിക്കാൻ പോവാണ്. ശ്രദ്ധിച്ചിരിക്കണം. ചുരുക്കി പറഞ്ഞാൽ അന്യമതസ്ഥനായ, അത് ഈ പാർസികളുടെ മതം വളരെ ഭംഗിയുള്ളൊരു മതം കേട്ടോ. ഡീസൻ്റായി പോകുന്ന മനുഷ്യരാണ്. വെട്ടും കൊലയും കൊലവിളിയൊന്നും ഇല്ലാത്ത നല്ല മനുഷ്യരാണ്. ഇവരാ പണ്ട് യേശുവിനെ തേടി വന്ന മാഗികൾ അഥവാ വിദ്വാൻമാർ. ഇവരിലെ പുരോഹിതന്മാരായിരുന്നു. അല്ല പിറവത്തുനിന്ന് പോയ ആളുകളൊന്നും അല്ല. മനസ്സിലായില്ലേ? ഇന്ത്യയിൽ നിന്ന് പോയ ആളുകളാണെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങോട്ട് കെട്ടും എടുത്ത് അവിടെ വരെ എങ്ങനെ വായുമാർഗം പറഞ്ഞു തന്നാലും കാണാൻ പറ്റിയല്ല. അത് വേറെ കാര്യം പോട്ടെ. അപ്പോൾ ഈ മാഗികൾ, അന്ന് വിളിക്കുന്ന പാർസികൾ, മജൂസികൾ നല്ല മനുഷ്യരായിരുന്നു. നമ്മുടെ രത്തൻ ടാറ്റ ഉണ്ടല്ലോ, ടാറ്റ, അദ്ദേഹം പാർസി മതസ്ഥനാണ്, പാർസിനാണ്. അപ്പോൾ ഇന്ത്യയിലുണ്ട് പാർസികൾ. ഇനി ഒന്നുകൂടെ പറയട്ടെ, ഈ ശവമടക്കില്ലാത്ത ഒരു മതമാണത്. ശവമടക്കില്ലെന്ന് പറഞ്ഞപ്പോഴേ സെൻട്രൽ പാസ്റ്റർമാർക്കും ഒക്കെ വല്ലാത്തൊരു വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്ക് ദൈവം വേറെ കരുതും. മനസ്സിലായില്ലേ? ഞാൻ നല്ല മതമാണെന്നും പറഞ്ഞു, എന്നിട്ട് പറയുക ശവമടക്കില്ലെന്ന്. ശവമടക്കില്ലെന്ന് ഞാൻ പറയാൻ കാരണം ഇത്രേ ഉള്ളൂ. ഈ ശവം കൊണ്ട് പക്ഷികൾക്ക് വെച്ച് കൊടുത്തിട്ട് തിരിച്ചു പോരുന്ന മതം, അതൊക്കെ നമുക്ക് ഇപ്പോൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇതായിരുന്നു പാർസികൾ. ഈ പാർസികൾ, ആ രാജാവ് അതിൽ വളരെ സ്ട്രിക്റ്റായിരിക്കണം, ആ മതത്തിൽ വളരെ കർശന ബോധമുള്ളവനായിരിക്കണം. പക്ഷെ ഇപ്പോൾ പറയുക, യിരെമ്യാ മുഖാന്തരമുണ്ടായ യഹോവയുടെ അരുളപ്പാട് നിവൃത്തിയാകേണ്ടതിന് ദൈവം പാർസി രാജാവായ കോരശിൻ്റെ മനസ്സുണർത്തി. ദൈവം മനസ്സുണർത്തിയാൽ സത്യദൈവത്തെ തിരിച്ചറിയാൻ പറ്റും. പാർസി രാജാവിൻ്റെ മനസ്സുണർത്തിയ അതേ ദൈവം അതേ കൃപയോടെ അതേ ബലത്തോടെ ഇന്ന് രാത്രി നമ്മുടെ മനസ്സുണർത്താൻ, സത്യദൈവത്തെങ്കിലേക്ക് മനുഷ്യജാതിയെ ആനയിക്കാൻ അതേ ബലത്തോടെ അതേ വീര്യത്തോടുണ്ട്. ശാന്തമായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തിൻ്റെ പൊരുളിൽ ആ ദൈവ സാന്നിധ്യമുണ്ട്. ആ വഴിക്കാണ് ഇനി നമ്മുടെ ചിന്ത. അത് എങ്ങനെയാണ് ഇയാൾ യഹോവ എന്ന സത്യദൈവത്തെ അറിഞ്ഞത്? അതിലേക്ക് വരാം. ഇത് പറയാൻ നമുക്കൊരല്പം ചരിത്രം പിന്നോട്ട് പോകണം. സന്തോഷമല്ലേ? ശ്രദ്ധിക്കണം, ശ്രദ്ധയോടിരിക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് സ്വോത്രകാഴ്ചയുണ്ട്, അതിനുള്ള ക്രമീകരണം നമ്മൾ ചെയ്യും. അതൊന്നും കഴിയാതെ ആരും ഇവിടുന്ന് പോകില്ല. അങ്ങനെ ആ പദ്ധതി ഇട്ടേക്കുന്നെങ്കിൽ ഒന്നുകൂടെ സമ്മതിക്കാൻ പോകുന്നില്ല. എന്താ ഇവിടെ നടക്കാൻ പോകുന്നതാണ് നിങ്ങൾ വിചാരിച്ച്? ശ്രദ്ധിച്ചിരിക്കണം. ആരും ഇടയ്ക്ക് ഇറങ്ങിപ്പോകില്ല. ഇനി അഥവാ ഒരാവശ്യത്തിന് പോയാൽ വളരെ ശാന്തമായിട്ടേ പോകാവുള്ളൂ. കാരണം ചിലർ ഈ യോഗം വിട്ട് പോകുന്ന കണ്ടാൽ ഈ വരണ്ട കാള പാത്രക്കടയിൽ കയറിയിട്ട് ഇറങ്ങുന്ന പോലിരിക്കും. സഹായത്തിനകത്തൊന്ന് ഇറങ്ങുന്ന, പള്ളിക്കകത്തൊന്ന് ഇറങ്ങുന്ന എങ്ങനെ? വരണ്ട കാള പ്ലേറ്റ് വെച്ചേക്കുന്ന കടയിൽ കയറി, കുപ്പി ഗ്ലാസ്സും ഒക്കെ ഇരിക്കുന്ന കടയിൽ കാള കയറിയിട്ട് ഇറങ്ങിയാൽ ആ കട എങ്ങനെ ഇരിക്കും? ഇതുപോലെ പോകരുത്. കേട്ടല്ലോ? എങ്ങനെ പോകണമെന്ന് ഞാൻ പറയാം. ശ്രദ്ധിക്കണൊരു ചിന്തയാണ് പറയുന്നത്. ഒരുവനിലേക്ക് പരിശുദ്ധാത്മാവ് വരുന്നത് സകലരും അറിയും. ഭയങ്കര ചാട്ടവും ബഹളമൊക്കെയാണ്. പരിശുദ്ധാത്മാവ് ഒരുവനെ വിട്ട് പോകുന്നത് ആരും അറിയില്ല. അറിയോ? പരിശുദ്ധാത്മാവ് അങ്ങനെ വിട്ടു പോയെന്ന് ഒറ്റ മനുഷ്യനറിയില്ല. ഭൂതം നേരെ തിരിച്ചാൽ അയാൾ വരുന്ന ആരും അറിയത്തില്ല, പോകുന്നത് സകലരും അറിയും. അതുകൊണ്ട് അങ്ങനെ പോകല്ലെന്ന് ഞാൻ പറഞ്ഞു. മനസ്സിലായില്ലേ? പിശാചൊരുവനിൽ എങ്ങനെ പ്രവേശിക്കും ആർക്കും അറിയത്തില്ല. അവന് പോലും അറിയത്തില്ല. അവൻ പോലും ഓർത്തിരിക്കുന്നില്ല നല്ലതാന്നോർത്ത് അവൻ നടക്കുന്നത്. വിട്ടു പോകുമ്പോഴവന് സുബോധം വരുന്നേ. ബഹളം വെച്ചൊന്നും പോകല്ലേ, ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. അഥവാ അങ്ങനെ പോകേണ്ടി വന്നാൽ എനിക്ക് കാര്യം മനസ്സിലാകും, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞെന്നുള്ളൂ. മൊത്തത്തിൽ ശ്രദ്ധിക്കണം.
അപ്പോൾ പാർസി രാജാവിൻ്റെ ചരിത്രം പിന്നോട്ടിറങ്ങി നമുക്കൊന്ന് പരിശോധിക്കാം. അയാളെ അവിടെ നിർത്താം. മറ്റൊരു സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്. അത് ഇരമ്യാവിൽ നിന്ന് തുടങ്ങണം. ബഹുമാന്യരെ, ഇരമ്യ എന്നൊരു പ്രവാചകനെ പഠിക്കുക. പഴയ നിയമ പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനായൊരു മനുഷ്യനാണ്. പഴയ നിയമത്തിൽ പലതരം പ്രവാചകന്മാരുണ്ട്. ഏലിയാവാണെങ്കിൽ ഈ ഒത്തുതീർപ്പിനില്ലാത്ത ഒരു മനുഷ്യനാണ്. തൊട്ടു മുമ്പിൽ ആഹാബ് എന്ന മഹാരാജാവ് വന്നു നിന്നാലും പുള്ളിക്ക് അദ്ദേഹത്തിന് ചാർജായി കഴിഞ്ഞാൽ പറയും, ഇസ്രയേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല. അങ്ങനെ കയറി അടിക്കുന്ന ആളാണ് ഏലിയാവ്. വിട്ടുവീഴ്ചയില്ല. ഇനിയുണ്ട് നമ്മളുടെ നാഥാൻ പ്രവാചകന് ഈ ദാവീദിനെ പോലെ വലിയൊരു മനുഷ്യൻ്റെ അടുത്ത് വന്ന് ഈ തെറ്റ് ചൂണ്ടിക്കാണിക്കണേ എങ്ങനെ പറയണമായിരുന്നു? ബഹുമാനപ്പെട്ട ചക്രവർത്തി, ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ, കോപിക്കൊന്നും ചെയ്യരുത്. കഴിഞ്ഞ രാത്രി എനിക്കൊരു ആലോചന ഉണ്ടായി, അങ്ങ് ഇതൊന്ന് കേട്ടാട്ടെ, കുഴപ്പമൊന്നുമില്ല. നമ്മളാണ് എന്ത് നൈസാക്കി അടിക്കുന്നത്. നാഥാൻ അങ്ങോട്ട് ചെന്ന് കഥയെല്ലാം കേട്ടിട്ട് ചോദിച്ചു, കഥ ഇഷ്ടപ്പെട്ടോ? കഥ കൊള്ളാം, സൂപ്പർ കഥയല്ലേ, അവാർഡിന് പരിഗണിക്കാവുന്ന കഥയാണ് ആടിൻ്റെ കഥ. കഥയിലെ നായകൻ താനാ. ഉടവാളിങ്ങോട്ട് ഊരിയെടുത്ത് തല രണ്ടാക്കി വെട്ടിയാലും പിന്മാറാത്ത കരുത്തിൻ്റെ പേരാ നാഥാൻ. മനസ്സിലായോ? അതായിരുന്നു നാഥാൻ. ഇനി ഇതിലൊക്കെ വേദം ദാനിയേലായിരുന്നു. ദാനിയേലിന് ഈ ശൈലിയൊന്നുമില്ല. ദാനിയേൽ ഏത് കൊലകൊമ്പനെ കണ്ടാലും പറയും, രാജാവാണെങ്കിൽ പറയും, ചക്രവർത്തി തിരുമനസേ. കണ്ടോ, യെശയ്യാവ് ഒരു രാജാവിനെ വിളിച്ച്, എടോ യഹോവ നിന്നെ തൂക്കിയെടുത്ത് ചുഴറ്റി എറിഞ്ഞു കളയും. ആഹാബിൻ്റെ മുഖത്ത് നോക്കി ഏലിയാവ് പറഞ്ഞു, ഇസ്രയേലിനെ കഷ്ടപ്പെടുത്തുന്നവൻ ഞാനല്ല, നീയും നിന്റെ പിതൃഭവനവും. ദാവീദിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ. പക്ഷേ ദാനിയേൽ ശൈലി വേറെയാ. അദ്ദേഹം പറയുക, ചക്രവർത്തി തിരുമനസ്സേ ദീർഘായുസായിരിക്കട്ടെ. ഒരു കുഴപ്പമുണ്ട്, ഈ മനുഷ്യൻ ആരോടെങ്കിലും ദീർഘായുസിരിക്കാൻ പറഞ്ഞാൽ അന്ന് രാത്രി പുള്ളി പോകാം. വചനം എഴുതിക്കുക, അന്ന് രാത്രി രാജാവ് കൊല്ലപ്പെട്ടു. അത് പിന്നെ ആൾക്കാർക്ക് പേടിയാണ്. പുള്ളി വന്ദനം പറയാൻ വരുമ്പോഴേ ആൾക്കാർ ഓടും. എടാ വിട്ടോ, സംഗതി വിട്ടോ, ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കം ഓടിക്കോ. കാരണം എന്താ? തിരുമനസ്സേ ദീർഘായുസായിരിക്കട്ടെ. അതും കടുകട്ടി പ്രവചനമൊക്കെ നൈസായിട്ട് കാതിൽ ചെന്ന് വളരെ രഹസ്യമായിട്ട് പറഞ്ഞു കൊടുക്കും. നെബൂഖദ്നേസർ തിരുമനസ് വലിയ പുള്ളിയായിരുന്നു. എന്തൊരു കഴിവാണ്, എന്തൊരു പ്രാപ്തിയാണ്. ആ മുഖകല ഭയങ്കരമല്ലേ, രാജകലയല്ലേ, എല്ലാം പറഞ്ഞിട്ട് പറയാം. പക്ഷെങ്കിൽ ഒരു 7 കൊല്ലം പുല്ല് തിന്നുവന്നു. 7 കൊല്ലം പുല്ല് പറയാം. നിൻ്റെ നഖമൊക്കെ വളരും, നിൻ്റെ കണ്ണൊക്കെ കുഴിഞ്ഞിട്ട് നീ കന്നുകാലിയാണെന്ന് സ്വയം തോന്നും. മനസ്സിലായോ? കന്നുകാലിയാണെന്ന് സ്വയം തോന്നും. എന്നിട്ട് കന്നുകാലികളുടെ കൂടെ 7 കൊല്ലം വസിക്കും. ആ പുല്ല് കഴിക്കും, കാടി കുടിക്കും. കന്നുകാലിക്ക് വെച്ചിരിക്കുന്ന കാടി നീ ഓടിച്ചെന്ന് കുടിക്കും. ഇത്രയും വലിയ പ്രവചനം പറയുമ്പോൾ ദാനിയേലിൻ്റെ തല വെട്ടേണ്ടതാണ്. പക്ഷേ നൈസായിട്ട് പറഞ്ഞതുകൊണ്ട് പ്രാണം തിരിച്ചു കിട്ടി. പറഞ്ഞ ശൈലി എങ്ങനെ? ഇനി പഠിക്കണേ. ഈ മനുഷ്യൻ ഇതൊക്കെ പറഞ്ഞു. 7 കൊല്ലം മുടിയെല്ലാം നീണ്ട് പ്രാകൃത രൂപത്തിൽ ഈ രാജാവ് എത്തിയെന്നാണ്. എനിക്കെന്താ മനസ്സിലായത്? ഈ മനുഷ്യൻ്റെ നഖം നീളുന്നു, കണ്ണ് കൊഴിയുന്നു, മുടി വളരുന്നു, താടി വളരുന്നു. എന്തിനാ അത്രയും വിശരിച്ചു പോകുന്നത്? പുള്ളി ഒരു ഫ്രീക്കനായെന്ന് മനസ്സിലായില്ലേ? അയാൾ ഫ്രീക്കനായെന്ന് പിള്ളേർക്ക് മനസ്സിലായി. അത് ബൈബിളിൽ പണ്ടേ ഉണ്ട് ഫ്രീക്കന്മാരുടെ ചരിത്രം. ഞാൻ അവർക്കെതിരെ പറഞ്ഞല്ലെന്ന് മനസ്സിലായില്ലേ? ഈ താടി നീട്ടി വളർത്തി. ഞാനിവിടെ വന്നപ്പോൾ നല്ല പാട്ടൊക്കെ കുഞ്ഞുങ്ങളുടെ കേട്ടു. മിക്കപ്പോഴും ഞാൻ ഈ പാട്ട് കഴിഞ്ഞ് ചൊല്ലുള്ളൂ. ഞാനാകുന്ന നോക്കി പാട്ട് കഴിഞ്ഞ് വരാൻ. പാട്ടിനോടുള്ള വിരോധമല്ല. ചിലയിടത്ത് ചെന്നാൽ മനുഷ്യനാണോ പാടുന്ന കോരങ്ങനാണോ തിരിച്ചറിയാൻ പറ്റുന്നില്ല. നല്ല കുഞ്ഞുങ്ങളല്ല, മിടുക്കന്മാരായ കുഞ്ഞുങ്ങളാണ്. പക്ഷേ യമുനാപ്യാരി ആടിൻ്റെ താടി കണക്കൊരു താടി. ഇവിടെ 2 വര, ടൈറ്റൊരു ഉടുപ്പ്. ഈ ഇടയ്ക്ക് ഞാനൊരു യോഗത്തിന് ചെല്ലുമ്പോഴേക്ക് ഞാൻ യോഗത്തിന് വന്ന് അടുത്ത സ്ഥലത്ത് വല്ലതും ഇങ്ങനത്തെ കഴിഞ്ഞ് പതുക്കെ ചെല്ലും. കാരണം ചിലർ ഈ യോഗത്തിന് കൊണ്ട് ഇരുത്തിയിട്ട് അവനെ ദേവാലയത്തിൽ ഇരുത്തുമാറുണ്ടെന്ന് പറഞ്ഞ പോലെ നമ്മളെ കൊണ്ട് അവിടെ ഇരുത്തും. ഇരുത്തി ആട്ടും പാട്ടും ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു പരുവാകും. നമ്മളിരുന്ന് വണ്ടി ഓടിച്ച് ദൂരെ നിന്ന് വരുന്നല്ലേ. അപ്പോൾ ഒരുതൻ ക്രീം കളറുള്ളൊരു പാൻറ്റ് അതിങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കാൻ തോന്നും. കുഞ്ഞൊരുടുപ്പ്, അതൊക്കെ ഇങ്ങനെ നിൽക്കുക. ഇത്രേ ഉള്ളൂ ഈ ഉടുപ്പൊക്കെ ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, കരമുയർത്തി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഒരു പ്രത്യേക ടോണാണ്. ഈ സൗണ്ടിലൊക്കെ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പോൾ ഈ ഉടുപ്പ് കയറി ഇവിടെ വരെ വരും.
ഒരു ചാട്ടമൊക്കെ ചാടുമ്പോഴേക്ക് ഈ പാൻറ് ഇങ്ങ് കയറി ചുരുണ്ട് കയറി മുകളിലോട്ട് വരിക. പാടുന്നെന്തോ മുട്ടോളം അല്ല, അരയോളം ഇല്ല, നീന്തിയിട്ടല്ലാതെ ഇത്തരം പാട്ടുകളൊക്കെയാണ്. അപ്പോൾ ഈ രാജാവ് ഫ്രീക്കനായി, മഹാരാജാവ് ഫ്രീക്കനായി. ആരാണ്? നെബൂഖദ്നേസർ. അയാൾ ദൈവത്തെ ഉയർത്തിയില്ല. ഇതായിരുന്നു കുറ്റം. അതിൻ്റെ പൂർവ്വ സംഭവം മുതൽ ഒന്ന് ഗ്രഹിച്ചു തുടങ്ങണം. ശ്രദ്ധ വളരെ വേണം. ഞാൻ അങ്ങോട്ട് വരാം. ബഹുമാനരേ, ഇന്ന് ഇറാഖ് എന്ന് വിളിക്കുന്ന രാജ്യത്തിൻ്റെ പഴയ പേരാണ് ബാബിലോൺ. ബാബിലോണിയ ചക്രവർത്തിയായ നെബൂഖദ്നേസർ യെറുസലേം എന്ന് നമ്മൾ വിളിക്കുന്ന യഹൂദിയായുടെ തലസ്ഥാന നഗരിയിലേക്ക് വർഷങ്ങൾക്കപ്പുറത്തൊരു പടയോട്ടം നയിച്ചു. ആ പടപ്പുറപ്പാടിൻ്റെ ലക്ഷ്യം ദൈവികമായിരുന്നു. എന്താ ലക്ഷ്യമെന്നറിയണ്ടേ? പ്രമാണമുള്ള ഏകസത്യദൈവത്തെ വിളിക്കുന്ന, സത്യദൈവത്തിൻ്റെ പാതയെ ചരിക്കുന്ന യഹൂദന്മാരായ വിശ്വാസി സമൂഹമുള്ള നാട്ടിൽ അവർക്കൊരു ദേവാലയമുണ്ടായിരുന്നു, യെരുശലേം ദേവാലയം. മഹാനായ സോളമൻ പണി കഴിപ്പിച്ച ആ ദേവാലയം പ്രാർത്ഥിച്ച് സമർപ്പിച്ച് അനവധി നൂറ്റാണ്ടുകൾ പ്രാർത്ഥനാ നിർഭരമായ അന്തരീക്ഷം അവിടെ സംജാതമായി. എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവരുടെ ആത്മീക നിലവാരം താഴോട്ട് കുമ്പിട്ടു. പുരോഹിതന്മാർ തെറ്റായ വഴികളിൽ സഞ്ചരിക്കാൻ തുടങ്ങി. പ്രവാചകന്മാർ വ്യാജം പ്രവചിക്കാൻ തുടങ്ങി. തിന്മയുടെ മൂർത്തിമദ്ഭാവങ്ങളായി നാടിൻ്റെ നാനാഭാഗത്തും അധർമ്മത്തിൻ്റെ മർമ്മം അതിശക്തിയോടെ വ്യാപരിച്ചു. ദൈവം പ്രവാചകന്മാരെ അയച്ചിട്ട് മടങ്ങി വരവിൻ്റെ ആലോചന കൊടുത്തു. തിരികെ വരണം, തിന്മയിൽ നിന്ന് തിരികെ വരണം. ചിലരൊക്കെ അനുസരിച്ചു. മഹാഭൂരിപക്ഷം ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ നിരാകരിച്ചു. ആ പരമ്പരക്കൊടുവിൽ ദൈവം ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിച്ചു. പേര് യിരെമ്യാ. യിരെമ്യാവിൻ്റെ പ്രവചനം മുമ്പ് കേട്ട വിധത്തിലൊന്നും ആയിരുന്നില്ല. അദ്ദേഹം പോയി പ്രവചിക്കും. പ്രവചിച്ചു കഴിഞ്ഞാൽ ദാനിയേലിന് കിട്ടുന്നത് രാജ്യത്തിൻ്റെ പാതി തരാമെന്നൊക്കെയാണ്. മനസ്സിലായില്ലേ? ദാനിയേൽ വാങ്ങിയില്ല, അത് വേറെ കാര്യം. യിരെമ്യാവിന് പ്രവചനം കഴിഞ്ഞ് പോകുമ്പോൾ വണ്ടിക്കൂലിയോ ആഹാരമല്ല കിട്ടുന്നത്, നല്ല അടി. സ്ഥിരമുള്ള പണിയാണ്. അടി, ജയില്, പീഡ, അങ്ങനെയാണ്. ഒരു ദിവസം ഈ ജോലി മടുത്തു പുള്ളി. ജനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവചിക്കുന്നു. പുരോഹിതന്മാർ കരണമടിച്ച് പുകയ്ക്കുന്നു. ക്രൂര പീഡകൾക്ക് വിധേയമാക്കുന്നു. ഇരുട്ടുകിണറ്റിൽ കൊണ്ട് തട്ടുന്നു. മടുത്തു. അദ്ദേഹം തീരുമാനിച്ചു, ഞാൻ ശുശ്രൂഷ വിടുക. എന്തിന് പ്രവചിക്കണം, എന്തിന് പ്രസംഗിക്കണം? ഇവറ്റകൾ നന്നാകുന്ന മട്ടില്ല. ആയുധം കയ്യിലെന്തുന്നു, ആക്രോശിക്കുന്നു, ചോര ചൊരിയിക്കുന്നു. അധർമ്മത്തിനെതിരെ വിരൽ ചൂണ്ടുമ്പോഴൊക്കെ എൻ്റെ വിരൽ വെട്ടിക്കളയുമാറ് ആയുധമെന്തിക്കൊണ്ട് ഓടി വരുന്നു, ഭയചകിതനാക്കുന്നു, വിഭ്രമമുണ്ടാക്കുന്നു. ഞാൻ എന്തിന് ജീവിക്കണം? ഇനിമേൽ ഞാൻ പ്രവചിക്കുന്നില്ല. എല്ലാം മടക്കി വെച്ച് വീട്ടിലെത്തിയ രാത്രി യിരെമ്യാവിന് ഉറങ്ങാൻ കഴിയുന്നില്ല. പതിവ് പോലെ ദൈവത്തിൻ്റെ ദൂത് ഒരു പ്രവാഹമായി ഹൃദയത്തിലേക്ക് ഒഴുകി. അത് ബഹിർഗമിച്ചു പോകേണ്ടതാ, താൻ വിളിച്ചു പറയേണ്ടതാ. വിളിച്ചു പറയാൻ പറ്റാതെ വന്നപ്പോൾ ആ ദൂത് ശരീരമാസകലം നിറഞ്ഞിട്ട് അദ്ദേഹം പറയുക, അയ്യോ എൻ്റെ അസ്ഥികൾ കുരുക്കം, എൻ്റെ ശരീരമാസകലം തീ വ്യാപരിക്കുന്നു. കാരണം ഇത് അത്യുന്നത ദൈവത്തിൻ്റെ ശബ്ദമാ, അതെനിക്ക് സഹിച്ചുകൂടാ. ആ ശക്തി എനിക്ക് സഹിച്ചുകൂടാ. ആ ശക്തി ചൈതന്യം ജീവിതത്തിലേക്ക് വരുമ്പോൾ ഞാൻ പ്രവചിച്ചേ പറ്റൂ. ഞാൻ പ്രവചിച്ചില്ലെങ്കിൽ അസ്ഥികൾ കുരുക്കം, പ്രവചിച്ചു പോയാൽ ജയില്. ഈ ഭീകരതയ്ക്ക് നടുവിൽ കൊണ്ടിട്ടു. തമ്പുരാൻ പറഞ്ഞു, നീ വിസ്തൃതമായ യെരുശലേമിൻ്റെ മതിലിൽ ഒരു ദ്വാരമുണ്ടാക്കണം. നിന്റെ ഭാണ്ഡക്കെട്ട് ചുമലിലെന്തിക്കൊണ്ട് ഈ ദ്വാരത്തിനുള്ളിലൂടെ അതിരാവിലെ യാത്ര പുറപ്പെടണം എല്ലാ ദിവസവും. വൈകുന്നേരം സൂര്യാസ്തമയത്തിന് മുമ്പ് ഇതുവഴി തന്നെ തിരിച്ചു കിടക്കണം. തുറന്നു കിടക്കുന്ന പെരുവഴി കണ്ടിട്ട് അതുവഴി കിടക്കാത്ത നിന്നെ കണ്ടിട്ട് ലോകം വിളിക്കും, നീ ഒരു ഭ്രാന്തൻ. പെരുവഴിയിലൂടെ യാത്ര ചെയ്യാതെ ഇടുങ്ങിയ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന നിന്നെ കണ്ടിട്ട് ആളുകൾ പറയും, നിനക്ക് സുഖമില്ല. അപ്പോഴും നിന്റെ നീതിക്ക് വേണ്ടി ഒറ്റയ്ക്ക് നിൽക്കുന്ന ചങ്കുറപ്പുണ്ടാകണം. അതാണ് ഉയരത്തിലെ അഭിഷേകം എന്ന് പറയുന്നത്. ആ അഭിഷേകമുള്ളവനെയാ ദൈവം പ്രവാചകൻ എന്ന് വിളിക്കുന്നത്. ആ പ്രവചനത്തിന്റെ തീക്കനലെറിയുന്ന ഹൃദയവുമായി പ്രവാചകൻ ഇങ്ങനെ തലങ്ങും വിലങ്ങും യാത്ര ചെയ്തിട്ട് അവരെ പഠിപ്പിച്ചു. ഇന്ന് ഈ
കുത്തിത്തുരന്ന വാതിലിലൂടെ ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഒന്ന് മനസ്സിലാക്കിക്കൊള്ളണം, നാളുകളധികം കഴിയും മുമ്പ് ഞാൻ തുറന്ന മതിലിൻ്റെ ഈ തുരങ്കം വലുതായിത്തീരും, ഇത് ഇടിഞ്ഞ് താഴെ വീഴും, ഇതിനകത്ത് അകപ്പെട്ടു പോയ ജനലക്ഷങ്ങൾ അകത്ത് ശ്വാസം കിട്ടാതെ മരിക്കും, തലങ്ങും വിലങ്ങും കുതിരകൾ ഇതുവഴി സഞ്ചരിക്കും, ആയുധമേന്തിയ പടയാളികൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് മുറിവുണ്ടാക്കും, നിങ്ങളുടെ ശരീരത്തിലൂടെ കുതിരക്കുളമ്പുകൾ അടിച്ചുകൊണ്ട് അവ അങ്ങോട്ടും ഇങ്ങോട്ടും പായും. ചുരുക്കി പറഞ്ഞാൽ വലിയ നാശം വരുന്നു ഈ നഗരത്തിന്. നഗരത്തിന് നാശം പ്രവചിച്ച പ്രവാചകന്റെ ശബ്ദം കേട്ടിട്ട് ആളുകൾ കൂക്കി വിളിച്ചു. പ്രവാചകനെ ഇരുട്ടറയിലിട്ടു. ഇരുട്ടറയിൽ കിടക്കുമ്പോൾ പ്രവാചകൻ വെറുതെ ഇരുന്നില്ല. അവിടെ വെച്ചെഴുതിയ പുസ്തകമാണ് വിലാപങ്ങളുടെ പുസ്തകം. ആ വിലാപങ്ങളുടെ പുസ്തകത്തിൽ പ്രവാചകൻ ചോദിക്കുക, അയ്യോ, ജനപൂർണമായ നഗരം ഏകാന്തയായതെങ്ങനെ, ജാതികളിൽ മഹതിയായവൾ വിധവയെപ്പോലെ ആയതെങ്ങനെ, രാത്രിയിൽ അവൾ കരഞ്ഞുകൊണ്ടിരുന്നു, യെരൂശലേമിന്റെ മതിലേ ഓലോല കണ്ണീരൊഴുക്കുക. ഒടുക്കം ഇത് യാഥാർത്ഥ്യമായി. ഇരുമ്പ് ബൂട്ട്സിട്ട ബാബിലോന്യ പട്ടാളത്തിൻ്റെ ചിട്ട തെറ്റാത്ത മാർച്ച് ഒരു ദിവസം യെരൂശലേമിലേക്ക് വന്നു. ഇടിച്ച് നിലംപരിചാക്കി, ദേവാലയത്തെ കൊള്ളയടിച്ചു, പൊന്നും വെള്ളിയും കൊണ്ടുള്ള പാനപാത്രങ്ങളടക്കം കോടികൾ വിലമതിക്കുന്ന സ്വർണ്ണ നിക്ഷേപങ്ങൾ അപഹരിച്ചു. പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ജീവിതങ്ങളുടെ കൈകളിൽ ആമം വച്ചു. ആ മനുഷ്യരെയൊക്കെ തല്ലി, പ്രതികരിച്ചവരെ കൊന്നുകളഞ്ഞു. കൈകാലികളിൽ ആമം വെച്ചുകൊണ്ട് തെരുവീതിയിലൂടെ നടത്തിച്ച് വിസ്തൃതമായ ഇറാഖിലേക്ക് ഒരു പ്രവാസയാത്ര. അതിനാ ബൈബിൾ പറയുന്നത് ബാബിലോന്യ പ്രവാസം. ആ പ്രവാസികളുടെ കൂടെയും പ്രാർത്ഥിക്കുന്ന മനുഷ്യരുണ്ടായിരുന്നു, ആരാധിക്കുന്ന മനുഷ്യരുണ്ടായിരുന്നു. ഒന്ന് മനസ്സിലാക്കിക്കൊള്ളൂ, ഏതിരുട്ടറയിലും പ്രാർത്ഥിക്കുന്നവനുണ്ടാകും, ഏതിരുട്ടിൻ്റെ കൂടാരത്തിലും ഭക്തന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കരുതലുണ്ടാകും. ഒന്നിനും മുട്ടുമടക്കാത്ത ബാലിൻ്റെ ദേവന്മാർക്ക് മുമ്പിൽ ധൂവം കട്ടാത്ത ചങ്കുറപ്പുള്ള ആത്മാർത്ഥതയുള്ള ദൈവത്തിൻ്റെ ധീരസമര സേനാനികൾ ഏതിടത്തും ഉണ്ടാകും. അത്തരമൊരു സമരസേനാനിയുടെ പേരായിരുന്നു ദാനിയേൽ. ദാനിയേലും ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവുമാർ ഇവർ പ്രാർത്ഥിച്ചു. ഇവർ ബുദ്ധിമാന്മാരായ രാജസന്തതികളിൽ കുലീനന്മാരായ യഹൂദന്മാരായിരുന്നു. ബാക്കി ആളുകളെല്ലാം ഊഴിയ വേലയ്ക്ക് കൊണ്ടുപോയി. ഊഴിയ വേല എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ഭക്ഷണം കൊടുത്തുകൊണ്ട് പണിയെടുപ്പിക്കുക, കൂലി കൊടുക്കുന്നില്ല. ബാബിലോണിലെ റോഡുകൾ നന്നാക്കാൻ, കനാലുകൾ ശുദ്ധിയാക്കാൻ, നദികളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള നീരൊഴുക്കുകൾ അത് പണിയാൻ, രമ്യകർമ്മങ്ങൾ ഉണ്ടാക്കാൻ, വളരെ കഠിനമായ ജോലിക്ക് വേണ്ടി അവരെ കൊണ്ട് പണിയെടുപ്പിച്ചു. ശദ്രക്ക്, മേശക്ക്, ദാനിയേൽ, അബേദ്നെഗോ എന്നൊക്കെ അറിയപ്പെടുന്ന ദൈവമക്കൾക്ക് സിവിൽ സർവീസിലായിരുന്നു ജോലി. അവരുടെ ബുദ്ധിയെ, അവരുടെ അന്വേഷണത്വരയെ, ആത്മാർത്ഥതയെ മുഴുവൻ ഇനി ഇവിടെ വിന്യസിപ്പിക്കണം. ഇനി നിങ്ങൾക്ക് യെരൂശലേമില്ല, ദാവീദിൻ നഗരമില്ല, പുണ്യപുരാതനമെന്ന് നിങ്ങൾ കരുതിയ ആ പ്രദേശങ്ങളില്ല. ആലയമിരുന്ന ഇടം മുഴുവൻ കുളം തോണ്ടി ആലയത്തിനകത്തെ വിശേഷ വസ്തുക്കളൊക്കെ കൊണ്ടുവന്ന് കൊള്ളയടിച്ച് ബാബിലോന്യ ദേവന്റെ ഭണ്ഡാരഗൃഹങ്ങളിൽ സൂക്ഷിച്ചു വച്ചിട്ട് നെബൂഖദ്നേസർ ഇവരെ പരിശീലിപ്പിച്ചു കൊണ്ടിരുന്നു. ഒരു ദിവസം ഇവരുടെ മുമ്പിലേക്ക് അവർക്ക് സ്വീകാര്യമല്ലാത്ത ഒരാരാധനാരീതി കൊണ്ടുവന്നു. ഒരു പടുകൂറ്റൻ ലോഹബിംബം, സ്വർണ്ണബിംബം. ആ ബിംബത്തെ വീണാരാധിക്കണം. പശ്ചാത്തല സംഗീതമൊക്കെ ഒരുക്കിത്തരും. എങ്ങനെയാണ്? കാഹളം, തമ്പുരു, കിന്നരമൊക്കെ കേൾക്കുമ്പോൾ വീണ് നമസ്കരിക്കണം. കുഞ്ഞുങ്ങൾ പറഞ്ഞു, അതാ ക്രൈസ്തവൻ്റെ എക്കാലത്തെ നിലപാട്. ഞങ്ങൾ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നു, ദേശീയ ചിഹ്നങ്ങളെ ആദരിക്കുന്നു, ദേശീയ നേതാക്കന്മാരെ ആദരിക്കുന്നു, ദേശീയമായ സംവിധാനങ്ങളെ മുഴുവൻ ബഹുമാനിക്കുന്നു, ഭരണകൂടത്തെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. പക്ഷേ ആരാധിക്കില്ല. ആരാധനയ്ക്ക് യോഗ്യൻ ഒരുവൻ മാത്രം. ഈ രാത്രി ദൈവജനം കേൾക്കുന്ന ഏതൊരു ദൈവഭക്തനും പറയട്ടെ, ഈ കരങ്ങൾ കൂപ്പുമെങ്കിൽ, ഈ തല കുനിക്കുമെങ്കിൽ, ഈ ശിരസ് നമിക്കുമെങ്കിൽ അത് യേശുവിൻ്റെ മുമ്പിൽ, ആരാധനയ്ക്ക് യോഗ്യനായ അങ്ങയുടെ മുമ്പിൽ മാത്രം, സർവത്തിനും കാരണഭൂതനായ അങ്ങയുടെ മുമ്പിൽ മാത്രം. ദൈവം കുഞ്ഞുങ്ങളെയൊക്കെ രക്ഷിച്ചു. പിന്നെ ഉണ്ട് ഒത്തിരി സംഭവങ്ങൾ. അതിനുശേഷമാണ് ഈ മനുഷ്യൻ്റെ പതനം, നെബൂഖദ്നേസർ പരാജയപ്പെടുന്നത്. അയാൾ ഫ്രീക്കനായ കഥയൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അത് പിന്നത്തെയാണ്. അങ്ങനെ ഇരിക്കെ അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിൻ്റെ മകൻ്റെ മകൻ, അയാളുടെ പേര് ബേൽത്ത്ശസ്സർ എന്നായിരുന്നു.
ബേൽത്ശസ്സർ അധികാരത്തിലേറിയപ്പോൾ അയാൾ വല്യപ്പൻ്റെ ദിനവൃത്താന്ത കുറിപ്പുകൾ പരിശോധിച്ചില്ല കാര്യമായിട്ട്. അദ്ദേഹത്തിൻ്റെ പിതാവിനോട് ആദരവ് കാട്ടിയ ദൈവത്തെ ഓർത്തില്ല. അനുസരണം കെട്ടപ്പോൾ ശിക്ഷ കൊടുത്ത് രാജതന്ത്രജ്ഞതയിൽ തെറ്റുവരുത്തിയവന് ആ രാജാവിന് കൊടുത്ത ശിക്ഷണ നടപടികളെക്കുറിച്ച് ഓർത്തില്ല. അവൻ്റെ ഹൃദയം അവൻ്റെ നാശത്തിനായി ഗർവിച്ചു. ശുദ്ധ അഹങ്കാരിയായിരുന്നു ബേൽശസ്സർ. അയാൾ ഒരു ദിവസം ഒരു തീരുമാനമെടുത്തു. തൊട്ടപ്പുറത്ത് ഇറാൻ എന്ന് പറയുന്നൊരു രാജ്യമുണ്ടല്ലോ, നമ്മൾ പറഞ്ഞ പേർഷ്യ, അവിടം കൂടി ആക്രമിച്ചെൻ്റെ കാൽ കീഴിലാക്കണം. അയാൾ ഇങ്ങനെ ചിന്തിച്ചു. ഈ വർത്തമാനം ചോർന്ന് നമ്മുടെ കോരശ് എന്ന പേർഷ്യൻ ചക്രവർത്തിക്ക് കിട്ടി. ഇറാഖിൻ്റെ ഭരണാധികാരിയായിരിക്കുന്ന ബാബിലോണിയൻ ചക്രവർത്തി നെബൂഖദ്നേസറുടെ പേരക്കിടാവ് ബേൽശസ്സർ എന്നെ ആക്രമിക്കാൻ വരുന്നു. ഒട്ടും വിട്ടില്ല. ബദൽ യുദ്ധതന്ത്രങ്ങൾ ഒരുക്കി അവനെ ചെറുക്കണം. പിന്നീട് അയാൾ തീരുമാനിച്ചു, അങ്ങനെ യുദ്ധതന്ത്രം ഒരുക്കി ചെറുകുന്നില്ല, വേറൊരു തന്ത്രമുണ്ട്. എന്താ അത്? ചിട്ട തെറ്റാത്ത ബാബിലോന്യ പട്ടാളം എൻ്റെ രാജ്യത്തിലേക്ക് മാർച്ച് ചെയ്ത് നീങ്ങും മുമ്പ് പരമാവധി വേഗത്തിൽ ഞാൻ അവിടെ എത്തും. അവിടെ വച്ച് പൊരുതും. പുലിമടയിൽ കിടന്ന് പുലിയുടെ പല്ലടിച്ച് തകർക്കാൻ കഴിഞ്ഞാൽ അതൊരു ജയമാണ്. ഇവിടേക്ക് വരും മുമ്പ് അവിടെ ചെന്നുള്ള മറുപടി. മനസ്സിലായോ? കേട്ടിട്ട് എന്ത് തോന്നുന്നു? അല്ല ബുദ്ധിയും വിവരമുള്ള മനുഷ്യൻ, അല്ല വീട്ടിൽ കയറിയിരുന്ന് വെല്ലുവിളിക്കല്ല, വാ വാ എന്നും പറഞ്ഞ് വെല്ലുവിളിക്കല്ല. പബ്ലിക്കിലേക്ക് ഇറങ്ങി വന്നിട്ട് പറയുക, വാ അങ്ങോട്ട് ചെല്ലുക. അങ്ങനെ യുദ്ധതന്ത്രജ്ഞത ചർച്ച ചെയ്തുകൊണ്ടിരിക്കെ ഒരു സേവകൻ വന്നിട്ട് പറഞ്ഞു, പ്രഭു, ഒരു വിശിഷ്ടാതിഥി വന്നിരിക്കുന്നു. ചെന്ന് നോക്കുമ്പോൾ ആരാന്നറിയണ്ടേ? തൻ്റെ അമ്മാവിയപ്പനായ ദാര്യാവേശ്. അയാൾ തൊട്ടടുത്ത രാജ്യത്തിലെ ചക്രവർത്തിയാണ്, മേദ്യയുടെ രാജാവാണ്. പണ്ട് അങ്ങനെ ഒരു പണിയുണ്ട്. അടുത്ത രാജ്യം ഇങ്ങോട്ട് കയറി ആക്രമിക്കാതിരിക്കാൻ തൻ്റെ മകളെ തൊട്ടടുത്ത അയൽ രാജാവിന് കല്യാണം കഴിച്ചു കൊടുക്കുന്നൊരു ഏർപ്പാട് പണ്ടുണ്ട്. മകൾ അവിടെയാണെങ്കിൽ പിന്നെ കയറി യുദ്ധത്തിന് പോവോ? യുദ്ധം ഉണ്ടാകാതിരിക്കാൻ ഒരു ശൈലി എന്താ? തൻ്റെ മകളെ അയൽക്കാരനായ രാജാവിന് കല്യാണം കഴിച്ചു കൊടുക്കുക. പിന്നെ അവനെ മനസ്സിലാകും ഇതിലും ഭേദം യുദ്ധമായിരുന്നു എന്ന് മനസ്സിലാവും. അത് വേറെ കാര്യം. പിടികിട്ടിയോ? ഏതായാലും യുദ്ധതന്ത്രജ്ഞത ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദാരിയൂസ് വന്നിട്ട് പറഞ്ഞു, മകനെ, നീ യുദ്ധത്തിന് പോകുന്നു എന്ന് കേട്ടു. അതെ പ്രഭു, യുദ്ധത്തിന് പോവാം. നിനക്കറിയാമോ ബാബിലോണിൻ്റെ ക്യാപിറ്റൽ സിറ്റി? നിനക്കറിയാമോ ബേൽശസ്സർ ഇരുന്നരുളുന്ന അവൻ്റെ സിംഹാസനം ഉറപ്പിച്ച തലസ്ഥാന നഗരി? പറഞ്ഞു തരാം മകനെ. 15 മൈൽ അതിൻ്റെ നീളം, 15 മൈൽ അതിൻ്റെ വീതി, അങ്ങനെ 60 മൈൽ സമചതുരത്തിൽ കിടക്കുന്ന ഒരു പട്ടണം. മകനെ, ആ പട്ടണത്തിൻ്റെ ഒത്ത നടുവിലൂടെ യൂബർട്ടീസ് നദി കോണോടുകൂണൊഴുകുകയാണ്. ആ പട്ടണത്തിന് ചുറ്റും 87 അടി കനത്തിൽ, ഏതാണ്ട് 50 മുതൽ 100 വരെ എന്ന് അനുമാനിക്കാവുന്ന അടി ഉയരത്തിൽ ഒരു പടുകുറ്റൻ മതിൽ. ഈ മതിൽക്ക് മീതെ കൂടി 2 വീതം കുതിരകളെ കെട്ടിയ 6 രഥങ്ങൾക്ക് സമാന്തരമായി സഞ്ചരിക്കാവുന്ന വിസ്തൃതി. അതിൽ യാത്ര ചെയ്തുകൊണ്ട് ലെൻസുകൾ കരുതിയ പ്രത്യേക സംവിധാനത്തിലൂടെ ദൂരത്തുനിന്ന് വരുന്ന ശത്രുക്കളെ വീക്ഷിക്കുന്ന ബാബിലോന്യ പട്ടാളത്തിൻ്റെ പട്രോളിങ് തീർന്നില്ല. ഇതിന് ചുറ്റും 101 കഥകളുണ്ട്. അതിലൊരെണ്ണം പ്രധാന കഥക. ബാക്കി 100 കഥകുകൾ വേറെയുണ്ട്. ഈ 101 കഥകുകളും തുറക്കാതെ അടച്ചിരിക്കും. ഇതിലേത് കഥക് എപ്പോൾ തുറക്കുമെന്ന് രാജാവിനും അനുചരനും മാത്രമേ അറിയൂ.
രാജാവ് ഏതുവഴി കടക്കും, ഏതുവഴി പുറത്തേക്ക് പോകും, ഇത് തീരുമാനിക്കുന്നത് രാജാവും അടുത്ത അനുചരനും. അത്ര സുരക്ഷിതത്വമുള്ള 100 കതകുകളും 101-ാമത്തെ പ്രധാന പ്രവേശന കവാടവും. ഈ പ്രധാന പ്രവേശന കവാടം താമ്രനിർമ്മിതമായ തകിടുകൾ അടുക്കി സെറ്റ് ചെയ്തിരിക്കുന്നതാ. അത് ഇരുമ്പ് ഓടാമ്പലത്തിലെത്തിയിരിക്കുന്നതാ. അത് മനുഷ്യൻ തള്ളിയാൽ തുറക്കില്ല, അത് മനുഷ്യൻ വലിച്ചാൽ തുറക്കില്ല. സ്പ്രിങ് ആക്ഷനുള്ള ഈ കതക് പരിശീലനം സിദ്ധിച്ച ആനകൾ കെട്ടിവലിച്ചെങ്കിൽ മാത്രമേ തുറക്കൂ. ആണ്ടിൽ 4-5 തവണ മാത്രമേ ഇത് തുറക്കൂ. ദേവന്റെ തിരുനാളിൽ, ദേവിയുടെ പ്രധാനപ്പെട്ട ആഘോഷ ദിനങ്ങളിൽ, ദേശീയ പ്രാധാന്യമുള്ള ദിവസങ്ങളിൽ മാത്രം തുറക്കുന്ന കതക് മാത്രമല്ല, ഈ അടഞ്ഞു കിടക്കുന്ന മതിലിൽ അള്ളിപ്പിടിച്ച് മുകളിൽ കയറി താഴേക്ക് ഇറങ്ങാൻ ചെന്നാൽ പോലും രക്ഷയില്ല. താഴെ ഒരു മുതലക്കുളമാണ് ഇതോട് ചേർത്ത് പണിതിരിക്കുക. അകത്ത് പെട്ടുപോകും, ശിക്ഷ ഉറപ്പ്. ഒത്തിരി പറയാനുണ്ട് ഇതേപ്പറ്റി. ഞാനിതൊക്കെ ദാനിയേൽ പ്രവചനം ക്ലാസ് എടുത്തിട്ടിട്ടുണ്ട്, കേട്ടാൽ മതി. പറയട്ടെ, ഒരീച്ച പോലും അകത്ത് കിടക്കാത്ത സുരക്ഷിതത്വമുള്ള കോട്ടയുടെ ഗൗരവം നിനക്കറിയില്ലേ? അവിടേക്കാ നീ യുദ്ധത്തിന് പോന്നെ. സൈറസ് പറഞ്ഞപ്പാ, ഞാൻ ജയിക്കാൻ പോകല്ലോ അപ്പാ, അങ്ങയുടെ മകളും കുഞ്ഞുങ്ങളുമൊക്കെ അനാഥരാകരുത്, അങ്ങ് ഈ രാജ്യം കാക്കണം. സ്ത്രീകളുടെ ചാരിത്രശുദ്ധി ഓർത്ത്, പടയാളികളുടെ വീര്യമോർത്ത്, അവരെന്നിൽ അർപ്പിച്ച വിശ്വാസം കാക്കാൻ ഞാൻ പൊരുതി മരിക്കാൻ പോകുക. ഇത് കേട്ട ദാരിയൂസ് പറഞ്ഞു, മകനെ പേടിക്കൊന്നും വേണ്ട, ഞാൻ നിരുത്സാഹപ്പെടുത്തിയല്ല, നീ പോണം, നീയേ ജയിക്കൂ, ജയം നിൻ്റെ കൂടെയാ, എനിക്ക് നല്ല ഉറപ്പ്. അതെന്താ പിതാവേ അങ്ങക്ക് ഇത്ര ഉറപ്പ്? പറയാം. ഞാൻ പറഞ്ഞില്ലേ, ഒരു പക്ഷിയും കുറുകെ പറക്കാത്തവൻ്റെ രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയില്ലേ, ആ നഗരിക്കകത്തേക്ക് എപ്പോഴും അടഞ്ഞു കിടക്കുന്ന 100 കതകുകളില്ലേ, അവയൊന്നും തുറക്കാതെ ഇതിനകത്ത് കടക്കാൻ ഞാനൊരു സൂക്ഷ്മ വഴി കണ്ടെത്തി. ആ കണ്ടെത്തിയ വഴിയിലൂടെ വേഷം മാറിയ എൻ്റെ പടയാളികൾ ഒട്ടകപ്പുറത്തും കഴുതപ്പുറത്തും ആയുധം ചുമച്ച് കെട്ടി സുഗന്ധവസ്തുക്കൾ വിൽക്കുന്ന വ്യാപാരികളുടെ വേഷത്തിൽ അകത്ത് കടന്നു കഴിഞ്ഞു. മകനെ, ഇനി ഒരൊറ്റ വിസിലടി, അടി ആരംഭിക്കാൻ പോവാ. നീ യുദ്ധത്തിന് പോകുന്നു എന്നറിഞ്ഞപ്പോഴേ അപ്പൻ ചെയ്തു വെച്ച പണിയാ. അപ്പാ അതെങ്ങനെ സാധിച്ചേ? പറയാം. അവൻ്റെ രാജ്യത്തിൻ്റെ ഒത്ത നടുവിലൂടെ ഒഴുകുന്നൊരു നദിയില്ലേ, യൂഫ്രട്ടീസ്. യൂഫ്രാത്തോസിൻ്റെ ഉത്ഭവസ്ഥാനത്ത് ആയിരക്കണക്കിന് വരുന്ന എൻ്റെ അടിമകളെ കൊണ്ട് ഞാൻ തടി വെട്ടിയിട്ട് വെള്ളം തടഞ്ഞു നിർത്തി, ചിറകെട്ടി, കല്ലും മണ്ണും പാകി വെള്ളം 2 വഴിക്ക് ഗതി തിരിച്ചു വിട്ടു. ഉണങ്ങിയ നിലം പ്രത്യക്ഷമായപ്പോൾ കഴുതപ്പുറത്തും ഒട്ടകപ്പുറത്തും ആയുധം വെച്ച് കെട്ടി സുഗന്ധവസ്തുക്കൾ വിൽക്കുന്ന വ്യാപാരികളുടെ രൂപത്തിൽ എൻ്റെ പടയാളികൾ അതിനകത്ത് കയറി. ഒരു വിസിൽ അടി നടക്കാൻ പോവാ. ഇത്ര കേട്ടപ്പോൾ എന്ത് തോന്നി? എൻ്റെ പൊന്നച്ചാ, പെണ്ണ് കെട്ടുകയാണെ ഇങ്ങനെയുള്ള വീട്ടിൽ നിന്ന് കെട്ടണം. അമ്മായിയപ്പനെ കണ്ടോ? നമ്മുടെയൊക്കെ ഒരവസ്ഥ ഒന്നും പറയാതിരിക്കുക വേദം. പറയാതിരിക്കുക എന്ന് ഞാൻ പറഞ്ഞത് സഹോദരിമാരും എല്ലാം ഓർക്കുന്നോർത്താ. ഒരു കുടുംബ വഴക്കുണ്ടാക്കുന്നില്ല. ശരി, ഏതായാലും ഇതൊന്ന് പറഞ്ഞ് ക്രമീകരിക്കാനുണ്ടോന്ന് ശ്രദ്ധിക്കണേ. ഇങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ ഈ കോരശ് പറഞ്ഞു, അപ്പനങ്ങനെ പൊക്കോ, ഞാൻ അഭിമുഖ യുദ്ധത്തിനേ ഉള്ളൂ, ഞാനതാ ശീലിച്ച്. ഏതായാലും 3 സേന പാഞ്ഞ് ഇങ്ങോട്ട് വന്നു. പക്ഷെ എൻ്റെ അത്ഭുതം ഇതല്ല. ദാരിയൂസ് ചക്രവർത്തി തൻ്റെ സേനയെ യൂഫ്രട്ടീസ് വറ്റിച്ചിട്ട് 2 നിന്ന് അയച്ചു. ബൈബിളിലെ വെളിപ്പാട് പുസ്തകം പറയുക, 6-ാമത്തവൻ തൻ്റെ കലശം യൂഫ്രട്ടീസ് നദിയിലൊഴിച്ചു. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുക്കേണ്ടതിന് യൂഫ്രട്ടീസിലെ വെള്ളം വാറ്റി.
അപ്പോൾ ഒരിക്കലത് വറ്റിച്ച് കാണിച്ചവൻ നാളെ ഇത് നടത്തുമെന്ന ഉറപ്പാണ് വെളിപ്പാട് പുസ്തകത്തിലൂടെ നൽകുന്നത്. 2 വഴിക്ക് ഒട്ടകപ്പടയും കഴുതപ്പടയും കുതിരപ്പടയും അകത്തേക്ക് കിടക്കുക. എൻ്റെ അത്ഭുതം എന്താണെന്നറിയണ്ടേ? ഈ സംഭവത്തിൻ്റെ 100 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന യെശയ്യാ, ദാരിയൂസ് ജനിക്കും മുമ്പ് ഒട്ടകപ്പടയെ കഴുതപ്പടയെ ഇങ്ങനെ വിന്യസിക്കുന്ന സംഭവങ്ങളുടെ 1 നൂറ്റാണ്ട് മുമ്പ് അതിൻ്റെ സ്പന്ദനം തിരിച്ചറിഞ്ഞിട്ട് ഇരമ്പി വരുന്ന പടയാളികളുടെ ശബ്ദകോലാഹലം കേട്ടിട്ട് തൻ്റെ പ്രവാചക കൃതിയിൽ 21-ാം അധ്യായത്തിൽ എഴുതി വെച്ചു, തെക്ക് നിന്ന് മരുഭൂമിയിൽ നിന്ന് ഭയങ്കര ദേശത്ത് നിന്ന് ഇതാ ഒരു പടപ്പുറപ്പാട്. എന്നിട്ട് പറയാ, നീ ചെന്ന് കാവൽക്കാരനെ നിർത്തണം, അവൻ കാണുന്നത് നിന്നെ അറിയിക്കട്ടെ. ഈരണ്ടായി വരുന്ന ഒട്ടകപ്പടയെ കഴുതപ്പടയെ കാണുമ്പോൾ അവൻ അതീവ ജാഗ്രതയോടെ ശ്രദ്ധിക്കട്ടെ. എന്താ മനസ്സിലായി? ഇതാ ബൈബിള്. വരാനിരിക്കുന്ന സംഭവങ്ങൾ 1 നൂറ്റാണ്ട് മുമ്പ് എഴുതി വെച്ചിട്ട് ആ സംഭവ പരമ്പരയെ ചരിത്രത്തിന്റെ ഭാഗമാക്കാൻ ചങ്കുറപ്പ് കട്ടിയ അതുല്യ കൃതിയുടെ പേരാ ബൈബിൾ. ആ തിരുവെടുത്ത ഞങ്ങൾ ഇന്ന് രാത്രി ഈ ഗ്രാമത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് കരങ്ങളിൽ എന്തി ഒരാളെങ്കിലും ഇവിടെ വന്നെങ്കിൽ ഞാനൊന്ന് ഉറപ്പ് പറയട്ടെ, ഉഗ്രപ്രതാപങ്ങളെ മുട്ടുകുത്തിച്ച ഒരു അതുല്യ കൃതിയുടെ പേരാണ് ഈ പുസ്തകമെങ്കിൽ ഇടിച്ചു നിർമൂലമാക്കുക മാത്രമല്ല അത് പണിയുകയും ചെയ്യും. ഇന്ന് രാത്രി ഈ തിരുവെടുത്തിന്റെ വാഗ്ദത്തം ഇടിക്കുക മാത്രമല്ല, ചിലതിനെ പണിയുക തന്നെ ചെയ്യും, അവൻ നിർമ്മിക്കുക തന്നെ ചെയ്യും. ആർക്കും തകർക്കാനാവാത്ത വിധം നിർമ്മിക്കുന്ന ദൈവം എൻ്റെയും നിങ്ങളുടെയും ചെറിയ ജീവിതത്തിലും ഒരു വലിയ ദൗത്യം ചെയ്യുവാൻ കരുതലുള്ളവനായി നമ്മുടെ മധ്യേ വന്നിട്ടുണ്ട്. അവനുമായിട്ടത്രേ നമുക്ക് കാര്യം. കോരശ് ഇതാ പാഞ്ഞു വന്ന ബാബിലോന്യ കോട്ടയുടെ മുമ്പിൽ നിന്നു. ഒരത്ഭുതമാണ് നടക്കുന്നത്. തൻ്റെ മുമ്പിലേ 100 അല്ല 101 കതക് മലർക്ക തുറന്നു കിടക്കുന്നു. അകത്തേക്ക് കിടക്കാൻ ഒരുമ്പെട്ട രാജാവിനെ തടഞ്ഞുകൊണ്ട് മന്ത്രി പറഞ്ഞു, കിടക്കല്ല്, നമ്മൾ കിടക്കുമ്പോൾ ചതിപ്രയോഗം വരും, കഥകടയ്ക്കും, പുറത്തിറങ്ങാനാവാതെ വാളിൻ്റെ വായ്ത്തലയ്ക്ക് നമ്മളെ ആക്രമിക്കാനാകണം പദ്ധതി. രാജാവ് പറഞ്ഞു, പേടിയാണേ വരണ്ട, ഞാൻ ജയിക്കാൻ വന്നവനല്ല, പൊരുതി മരിക്കാൻ വന്നവനാ. രാജാവ് ധൈര്യസമയം തകമകത്തേക്ക് കടന്നു. പെട്ടെന്ന് കണ്ട കാഴ്ച, തുടർന്ന് കേട്ട ശബ്ദവും രാജാവിനെ അത്ഭുതപരതന്ത്രനാക്കി. ഇതാ കോരശിൻ്റെ സേന വന്ന് കോട്ടയ്ക്കകത്ത് കടന്നു. തൊട്ട് മുമ്പിൽ തേജോരൂപികളായ മുഖചൈതന്യമുള്ള കുറേ വൃദ്ധന്മാർ വന്ന് വണങ്ങി നിന്നു. പ്രഭോ, അങ്ങ് പേർഷ്യൻ രാജാവല്ലേ, അങ്ങ് കോരശല്ലേ, ഈ കോട്ടയ്ക്കകത്തേക്ക് വന്നാലും അങ്ങേക്ക് സ്വാഗതം. നിങ്ങളാരാ? ശത്രുവിൻ്റെ കോട്ടയ്ക്കകത്തേക്ക് എന്നെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളാരാ? പ്രഭു, ഞങ്ങൾ നിൻ്റെ ശത്രുക്കളല്ല, ഞങ്ങൾ ഒരുപറ്റം യഹൂദ റബിമാരാണ്. 70 വർഷങ്ങൾക്കപ്പുറത്ത് ഞങ്ങളുടെ പൂർവികരെ പിടിച്ച് കയ്യാമം വച്ച് തല്ലിച്ചതച്ച് പീഡിപ്പിച്ച് ഈ മണ്ണിൽ കൊണ്ടിട്ടതാ. ഞങ്ങളുടെ പ്രവാചകനായ ഇരമ്യ ഇങ്ങനെയുള്ളൊരു നാശത്തെക്കുറിച്ച് പ്രവചിച്ചു. ആ ഇരമ്യാവ് തന്നെ പ്രവചിച്ചു, 70 കൊല്ലം കഴിഞ്ഞ് ഞങ്ങളുടെ കഷ്ടത മാറും, ഞങ്ങളുടെ വേദന മാറ്റി ഞങ്ങളുടെ പുതുതലമുറയെ ഞങ്ങളുടെ ദേശത്തേക്ക് മടക്കി അയച്ച് നഷ്ടപ്പെട്ടു പോയ ദേവാലയം പുനർനിർമ്മിക്കാൻ ഒരു രാജാവിനെ അയക്കുമെന്ന് ഇരമ്യ പ്രവാചകൻ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ പ്രവാചക ശ്രേഷ്ഠനായ യെശയ്യാവ് ഒരു പടി കൂടി കിടന്നിട്ട് വരുന്നത് താങ്കളായിരിക്കുമെന്ന് കൃത്യം എഴുതി. പ്രഭു, നീ ജനിക്കും മുമ്പ് നിന്റെ പേർ കുറിച്ചു വച്ച് ലിപി തെറ്റാതെ അക്ഷരം തെറ്റാതെ നിന്റെ കുതിരക്കുളമ്പടിയുടെ സ്പന്ദനം കൃത്യം ഒപ്പിയെടുത്ത് ആ സുവർണ നിമിഷങ്ങളെക്കുറിച്ച് ചരിത്രത്തിൻ്റെ തങ്കലിപികളിൽ പിന്നെ രേഖപ്പെടുത്തും വിധം നിന്നെക്കുറിച്ച് പ്രവചിച്ച
പുസ്തക ചുരുൾ വായിച്ച് ചരിത്രത്തിൻ്റെ ഇടനാഴിയെ പ്രകമ്പനം കൊള്ളിച്ച് മൺതരികൾക്കും രോമാഞ്ചം വരുത്തിക്കൊണ്ട് നീ ഇതുവഴി വരുന്നത് ഞങ്ങളുടെ കാതുകളിൽ കേട്ടു. ആ എഴുതിയ പ്രവാചകന്റെ പേരാ യെശയ്യ. ദൈവമക്കളെ, കോരശ് എന്ന മനുഷ്യനെ പേര് ചൊല്ലി കോരേശ് ജനിക്കുന്നതിൻ്റെ 1 നൂറ്റാണ്ട് മുമ്പ് വിളിക്കാൻ ധൈര്യം കാട്ടിയ പുസ്തകമാണ് വിശുദ്ധ ബൈബിള്. നമുക്കത് വായിച്ചു പഠിച്ചു പോകാം. മക്കളെടുത്ത് വായിച്ചോളൂ. യെശയ്യാ പ്രവചനം 44-ാം അധ്യായം 28-ാം വാക്യം വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് കേട്ടിരിക്കണം. ഒന്ന് ഉറപ്പാക്കിക്കോ, ഈ പേർ ചൊല്ലി ദൈവപുരുഷനെ വിളിക്കുമ്പോൾ കോരേശ് ജനിച്ചിട്ടില്ല. വായിക്കാം. കോരേശ് എൻ്റെ ഇടയൻ. പ്രവാചകൻ പറയാ, ഓ കോരേശ്, യു ആർ മൈ ഷെപ്പേർഡ്. നീ എൻ്റെ ഇടയൻ, നീ എൻ്റെ ഹിതം നിവർത്തിക്കും. വായിക്കാം. അവൻ എൻ്റെ ഹിതമൊക്കെയും നിവർത്തിക്കുമെന്നും യെരൂശലേം പണിയപ്പെടും, മന്ദിരത്തിന് അടിസ്ഥാനം ഇടുമെന്നും ഞാൻ കൽപ്പിക്കുന്നു. ഇതിൽ പേര് എന്ത് വേണം? തകർന്നടിഞ്ഞ ദേവാലയം നോക്കി 70 കൊല്ലം കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനമിടത്തക്ക വിധത്തിൽ ഇതുവഴി ഒരു മനുഷ്യൻ വരുമെന്ന്, തകർത്തതിൻ്റെ 70 കൊല്ലം കഴിഞ്ഞ് അത് പുനർനിർമ്മിക്കുമെന്ന് 100 വർഷം മുമ്പ് പ്രവചിച്ച പ്രവാചക ശ്രേഷ്ഠൻ്റെ പേരാ യെശയ്യ. ഇങ്ങനൊരു ആത്മീയ ഗ്രന്ഥം ചരിത്രത്തിൽ ആർക്കെങ്കിലും എടുത്തൊന്ന് കാട്ടാൻ ധൈര്യമുണ്ടോ? അതാണ് ബൈബിളിൻ്റെ മഹനീയത, അതിൻ്റെ മഹത്വം അതാണ്. കാലത്തെ മുൻകൂട്ടി കണ്ട് പ്രവചിച്ചു, അതിൻ്റെ സ്പന്ദനങ്ങൾ കൃത്യം ഒപ്പിയെടുത്ത് ഇതിൻ്റെ ഉള്ളിൽ രേഖപ്പെടുത്തി വെച്ചു. അയാളുടെ പേരെഴുതി, പ്രവൃത്തി എഴുതി. തീർന്നില്ല, ഊഹം പറഞ്ഞു പോകല്ല വിശുദ്ധ ബൈബിളേ. ഏതോ ഒരുത്തൻ വന്ന് എന്തെങ്കിലും ആക്കുമെന്ന് പറഞ്ഞിട്ട് വ്യാഖ്യാനിച്ചൊപ്പിച്ചു പോകുകയല്ല. കൃത്യം പേർ ചൊല്ലി വിളിച്ചു പ്രവാചകൻ. ഈ കോരശിൻ്റെ പേർ ചൊല്ലി യെശയ്യാവ് വിളിക്കുമ്പോൾ കോരേശ് ജനിച്ചിട്ടില്ല, അവൻ്റെ അപ്പനും ജനിച്ചിട്ടില്ല. എൻ്റെ വല്യപ്പനുണ്ട്. എൻ്റെ വല്യപ്പനന്ന് ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്ന് പറഞ്ഞ് പമ്പരം കറക്കി ഓടുന്ന പ്രായമാണ്. അംഗൻവാടിയുടെ മുമ്പിൽ ഉപ്പുമാവിന് ക്യൂ നിൽക്കുന്ന കൊച്ചനെ കണ്ടിട്ട് അവൻ്റെ കൊച്ചുമകൻ്റെ പേര് കൃത്യം ലിപി തെറ്റാതെ വിളിച്ച പുസ്തക വിശുദ്ധ ബൈബിള്. ബൈബിളിലെ ദൈവത്തിന് നിൻ്റെ പേരറിയാം. മുൻകൂട്ടി പേർ ചൊല്ലി വിളിക്കുന്ന ദൈവം ഈ തിരുവെഴുത്തിലൂടെ ഇന്നും ജീവിക്കുന്നു. ചരിത്ര പണ്ഡിതന്മാർക്ക് വിസ്മയം പകരുന്ന ഈ സംഭവത്തിൻ്റെ പൊരുളൊന്ന് പറയൂ. നിരീശ്വരന്മാരും യുക്തിവാദികളും ഒക്കെ ഉള്ള ലോകമല്ല. ബൈബിള് ചുമ്മാ അതും ഇതൊക്കെ വിളിച്ച് പറയാതെ പഠിച്ചിട്ട് പറ, കാര്യം മനസ്സിലാക്കിയിട്ട് പറ. ഞാൻ പണ്ടൊക്കെ ഈ നിരീശ്വരന്മാരുടെ ചർച്ചയിൽ പങ്കെടുക്കുമായിരുന്നു. സബ്സ്റ്റാൻഡേർഡ് പരിപാടിയായിട്ട് ഇപ്പോൾ പോകാറില്ല. മനസ്സിലായില്ലേ? ഒത്തിരിയുണ്ട്. കെട്ടുകഥകളും ഉപകഥകളും ഒക്കെ പറഞ്ഞ് ബൈബിളിനെ ആക്ഷേപിക്കുമ്പോൾ ഈ നേരെ മുമ്പിൽ വന്ന് ചർച്ച ചെയ്യാൻ ആർക്കും ധൈര്യമില്ല. മനസ്സിലായില്ലേ? ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ശ്രീ രവിചന്ദ്രൻ പ്രൊഫസറെ ചർച്ചയ്ക്ക് കൊണ്ടുവരുന്ന ആളിന് 5000 രൂപ ഇനാം പ്രഖ്യാപിച്ചു. ഇപ്പോൾ അത് 50,000 ആയിട്ട് കൂട്ടി. വീട്ടിലിരുന്ന് ഒറ്റയ്ക്ക് ചലഞ്ച് ചെയ്യുന്ന പോലല്ല, മുഖാമുഖം എന്ന് നിൽക്കണം. ക്രിസ്ത്യാനിറ്റിക്ക് സംവാദം പുത്തരിയല്ല, അതിൻ്റെ ചരിത്രം എങ്ങനെയാണ്. നിങ്ങൾ ഞങ്ങളുടെ ചരിത്രം പഠിക്കണം. ഞങ്ങളുടെ അപ്പല്ലോസിനെ അറിയോ? ഇപ്പോൾ പൗലോസിനെ അറിയോ? നിങ്ങൾ ബർണവാസിനെ അറിയോ? അവരുടെ പണി എന്തായിരുന്നു? 3 പേരും കൂടിയുള്ള പണി അറിയോ? 3 പേരും കൂടിയാൽ മുട്ടിടിക്കുന്നതിൻ്റെയൊക്കെ എന്താ കാര്യം? ഒരാളുടെ കാര്യം പറയാ, അവൻ യഹൂദന്മാരെ പരസ്യമായി കണ്ണിച്ചു കളഞ്ഞു. അടുത്തവൻ്റെ ജോലി പറയാ, അടുത്തവൻ വന്നിട്ട് അവരെ മിണ്ടാതാക്കി. അടുത്തവൻ്റെ ജോലി പറയുക, ക്രിസ്തു തന്നെ ദൈവമെന്ന് തെളിയിച്ചു. ഈ പാരമ്പര്യത്തിൽ കുരുത്തവരാ ഞങ്ങൾ. ചുമ വരട്ടല്ലേ. മനസ്സിലായോ? ഞാൻ നാളെ ഉണ്ട് ഇവിടെ, പോകത്തൊന്നുമില്ല. സ്തോത്രം. നിരീശ്വരന്മാരെ, യുക്തിവാദികളെന്ന പ്രത്യക്ഷവാദികളെ ഒക്കെ ചർച്ചയ്ക്ക് സ്വാഗതം. ഞങ്ങൾ പറഞ്ഞു വച്ച തിരുവെഴുത്തിൻ്റെ വിപരീത ദിശയിൽ അങ്ങനെയല്ല എന്ന് സ്ഥാപിക്കാൻ ധൈര്യമുള്ളവരുണ്ടോ? ഈ ചോദ്യം ചോദിക്കുന്ന ആത്മാർത്ഥതയിൽ നിന്ന്, യേശുവിനോടുള്ള സ്നേഹത്തിൽ നിന്നാണ്. അത് അനുഭവം കൊണ്ട് സ്ഥിരീകരിച്ചുറപ്പിച്ചതാണ്. തിരിച്ചു വരാം. അപ്പോഴേ മക്കളെ 45-1 മുതൽ ബാക്കി വായിച്ച്. യഹോവ തന്റെ അഭിഷിക്തനായ കോരേശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവനെ ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും. അല്ലയോ കോരേശ്, ജാതികളെ നീ കീഴടക്കും, രാജാക്കന്മാരുടെ അരക്കച്ച നീ അഴിച്ചു കളയും. പിന്നെ കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും
വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും. നിർത്തിക്ക്. കോരേശനെ ഇങ്ങോട്ട് അയക്കുന്ന ദൈവം പറയാ, നീ ചെല്ലുമ്പോൾ ഒരിക്കലും തുറക്കാത്ത ബാബിലോനിൻ്റെ കതകുകൾ നിന്റെ മുമ്പാകെ തുറന്നിരിക്കേണ്ടതിന്, വാതിലുകൾ അടയാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ വലങ്കരം പിടിച്ചിരിക്കുന്നു. പ്രവാചകനത് പ്രവചിക്കുമ്പോൾ ഈ കതകും കോട്ടയൊന്നും അവിടെ പണിതിട്ടില്ല. ആ കോട്ട പടുത്തുയർത്തുന്ന അടിമകൾ, പൂട്ടുപിടിപ്പിക്കുന്ന കൊല്ലപ്പണിക്കാരൻ, താമര കതകുകൾ സജ്ജീകരിക്കുന്ന, ഇരുമ്പോടാമ്പലുകൾ സജ്ജീകരിക്കുന്ന അതിൻ്റെ കൂലിപ്പണിക്കാർ, അവർ പിറവി കൊള്ളും മുമ്പ് ഈ വരുന്ന പ്രതിബന്ധം ആത്മാവിൻ്റെ കണ്ടുകൊണ്ട് കണ്ടിട്ട് അതിൻ്റെ തകർച്ച മുൻകൂട്ടി പ്രവചിച്ച പ്രവാചക ശ്രേഷ്ഠൻ്റെ പേരാ യെശയ്യാവെങ്കിൽ ഈ യെശയ്യാവ പറഞ്ഞത് കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യതയുടെ പിതാവ്, സമാധാന പ്രഭു. ചുരുക്കി പറഞ്ഞാൽ യേശുവിനെ കുറിച്ച് മുൻകൂട്ടി എഴുതിയ 100 പ്രവചന ചിന്തകളിൽ ഏറ്റവും ശ്രദ്ധേയമായ ചിലത് ഈ മനുഷ്യൻ്റെ ഹൃദയത്തിലൂടെ, നാവിലൂടെ, തൂലികയിലൂടെയാ ലോകമറിഞ്ഞത്. മനസ്സിലാക്കിയിരിക്കണം. ഹല്ലേലൂയ. അപ്പോഴേ എന്താ കേട്ടത്? ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് വാതിലുകൾ നിന്റെ മുമ്പാകെ തുറന്നിരിക്കേണ്ടതിന്, കതകുകൾ അടയാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ വലങ്കരം പിടിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത്. താമ്രവാതിൽ ഏതാന്ന് മനസ്സിലായോ? സഹോദരിമാർക്ക് മനസ്സിലായോ? പലരും നമ്മുടെ തലയെ കൈവച്ച് പറഞ്ഞ സാധനമല്ലെന്ന് പിടിയിട്ടിയോ? താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ കണ്ണിച്ച് കളയും. പിന്നെ വായിക്കാം. ഇരുമ്പോടാമ്പലുകളെ ഗണ്ണിച്ചു കളയുകയും ചെയ്യും. പിന്നെ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ, ഇസ്രായേലിന്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും എന്റെ ദാസനായ. ഞാനാ നിന്നെ വിളിച്ചെന്നറിയിക്കാൻ. ഞാൻ നിനക്ക് മറവിടങ്ങളിലെ ഗുപ്തനിധി, ഇരുട്ടിലെ നിക്ഷേപം നിനക്ക് തരും. ഇങ്ങനെ സംസാരിക്കുന്നൊരു ദൈവമാ തിരുവെഴുത്തിലെ ദൈവം. ഈ സംഭാഷണം ഒരിക്കലെങ്കിലും കേട്ടവരാ ദൈവത്തിൻ്റെ മക്കൾ. കാതുകൂർപ്പിച്ചിരിക്കുന്നവർക്ക്, ഹൃദയം തുറന്നിരിക്കുന്നവർക്ക് ഇന്ന് രാത്രിയും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാം. ദൈവത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ ബോധ്യം അക്ഷരങ്ങളിൽ മാത്രം ചുരുങ്ങുന്നതല്ല. ഞങ്ങളോട് സംസാരിക്കുന്ന, ഇടപെടുന്ന, ഞങ്ങളുടെ പ്രതിസന്ധികളിൽ കൂടെ നിൽക്കുന്ന, ജയകരമായി ഞങ്ങളെ വഴി നടത്തുന്ന ആത്യന്തികനാണ് ദൈവം. ആ ദൈവം പറയുക, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്ന യഹോവ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപം, മറവിടങ്ങളിലെ ഗുപ്തനിധി. ഇതന്നെ 2 മണിക്കൂർ പറയണ്ട, എന്താന്ന് ഓടിച്ച് പറഞ്ഞു വിടാം സമയത്തും. അതായത് ഇവൻ്റെ വല്യപ്പൻ ദേവാലയം ആക്രമിച്ചപ്പോൾ അടിച്ചു മാറ്റിക്കൊണ്ടുവന്ന പാനപാത്രങ്ങളും വിശേഷ വസ്തുക്കളുമൊക്കെ ഇരുട്ടിൽ ആരും കാണാത്ത നിലവറയ്ക്കുള്ളിൽ സൂക്ഷിച്ചു വച്ചിരിക്കുകയായിരുന്നു. ഇത് എടുത്ത് ഞാൻ നിന്റെ കയ്യിൽ തരും. ഈ എണ്ണമടിപ്പിച്ച് എൻ്റെ ജനത്തിൻ്റെ പക്കൽ കൂടി അവരെ ഇതിൽ പരം ാണ്. എത്ര കൃത്യതയാർന്നതാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ തിരുവെഴുത്ത്. ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപം, മറവിടങ്ങളിലെ ഗുപ്തനിധി, എൻ്റെ വൃതനായ യാക്കോബ് നിമിത്തം ഞാൻ അവനോട് ചെയ്ത വാഗ്ദത്തം നിന്നോടും നിവർത്തിക്കും എന്ന് പറഞ്ഞ് ആശീർവദിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം. ഞാൻ നീട്ടണില്ല. ഈ കതക് തുറന്നു കിടന്ന് ചക്രവർത്തി അകത്തേക്ക് പ്രവേശിച്ചു. പ്രതിരോധിക്കാൻ ആരെയും കണ്ടില്ല. അടിച്ച് തകർത്തു. ഒത്തിരി പറയണ്ടല്ലോ. അന്ന് രാത്രി ബാബിലോൺ തകർന്നു. ഈ ബേൽശസ്സർ കൊല്ലപ്പെട്ടു. അപ്പം നമുക്കൊരു സംശയം, ഇത്രയും ശക്തിമത്തായൊരു കോട്ട ആരാ തുറന്നേ? ഇത് സുഗതം തുറന്നൊന്നും അല്ല കേട്ടോ, ദൈവം തുറന്നൊന്നുമല്ല, ദൈവ പദ്ധതിയാ. തുറന്ന എമ്മാര് തന്നെയാണ്. എന്തിനാ തുറന്നതെന്നറിയണ്ടേ? ബേൽശസ്സറേ തൻ്റെ മഹത്തുക്കളിൽ 1000 പേർക്കൊരു വിരുന്നൊരുക്കി. VIP 1000, കൂടെ വരുന്ന വെറു വൈപ്പികളുണ്ട്, എല്ലാം കൂടെ കൂട്ടി 15000 പേർക്ക് ഒരു ബെഡാഖാന, ഒരു ഡിന്നർ.
അവിടെ സാമന്ത രാജാക്കന്മാരുണ്ട്, പ്രഭുക്കന്മാരുണ്ട്, രത്നവ്യാപാരികളുണ്ട്, കപ്പൽ പ്രമാണിമാരുണ്ട്, നർത്തകന്മാരുണ്ട്, കലാകാരന്മാരുണ്ട്, വാദ്യക്കാരുണ്ട്. അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾക്ക് വേണ്ടി ഒരുക്കിയ ആ വിരുന്നിലേക്ക് പ്രവേശിച്ച ആളുകൾക്കകത്ത് കിടക്കാൻ രാവിലെ തുറന്നിട്ട കഥകൾ വൈകിട്ട് അടയ്ക്കാൻ വിട്ടുപോയി. ഇതെന്തൊരു മറവിയാ! 100 കഥകും തുറന്നിട്ടിട്ട് അടയ്ക്കാൻ മറന്നുപോയെന്നോ? വിഡിത്തം പറയാതെ. വിഡിത്തമല്ലെന്നേ, ഇത് മനഃപൂർവ്വം മറന്നല്ല. രാജാവ് സഹിതം സാധാ പടയാളി അടക്കം കാവൽക്കാരനടക്കം മദ്യപിച്ച് മതോന്മത്തനായി അടിച്ച് കോൺ തെറ്റി പാമ്പായിട്ട് കിടക്കുകയെന്ന്. ഇപ്പം പാമ്പെന്ന് പറഞ്ഞാൽ തന്നെ ഇതാർത്ഥം. യഥാർത്ഥ പാമ്പിനെ ഇപ്പം അതിഥി എന്ന് വിളിക്കണമെന്ന്. അങ്ങനെ പുതിയ ക്ലാസ്, അതിഥി. പക്ഷെ അതിഥിക്ക് മനസ്സിലായില്ല ആതിഥേയൻ സ്നേഹിക്കാൻ പറ്റുക എന്ന്. അതിഥി ഒരു കോത്ത്. ബാക്കിയൊക്കെ നമ്മൾ കണ്ടതാ. പോട്ടെ, ഞാൻ പറഞ്ഞതേ, ഏതായാലും പാമ്പായിട്ടവിടെ കിടക്കുക. ഈ ബേൽശസ്സർ വെള്ളമടിച്ച് കോൺ തെറ്റിയപ്പോൾ പുള്ളിക്കൊരാഗ്രഹം, ദേവാലയത്തിലെ പാത്രമെടുത്ത് അതിൽ കള്ളൊഴിക്കണമെന്ന്. അഭിസാരികമാരായ സ്ത്രീകളെ വിളിച്ചു. അവർ അതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടു കൊടുക്കുമ്പോൾ അതെടുത്തങ്ങോട്ട് കയ്യിലേക്ക് പിടിച്ച് വീഞ്ഞൊഴിക്കുകയും തമ്പുരാനൊരു ബോർഡ് എഴുതി, ഇത് അവസാനത്തെ കുടിയ, ഇന്ന് രാത്രി നിൻ്റെ രാജ്യത്വം തൂക്കി നോക്കി നിന്നെ തകർക്കും. അതാ ബൈബിളിലെ ദൈവം. പേര് പറഞ്ഞിട്ടേ ഉള്ളൂ, സമയം പറഞ്ഞിട്ടേ ഉള്ളൂ, മുൻകൂട്ടി അറിയിക്കല്ല. തിരിഞ്ഞു നിൽക്കുന്ന ഒളിച്ചു വന്ന് ആക്രമിച്ചിട്ട് ധീരതയാന്ന് പറയല്ല, പറഞ്ഞിട്ട്. ഏപ്പാടി എന്ന ഉള്ളിടെ ബാക്കിയൊക്കെ നിങ്ങൾക്കറിയാം. അങ്ങനെ കഥക് തുറന്നിട്ട് അടയ്ക്കാൻ വിട്ടുപോയി. എൻ്റെ ഒരു വീക്ഷണത്തിൽ ഈ ചെറിയ ബോധം വരുമ്പോഴൊക്കെ രാജാവ് ചോദിക്കുന്നുണ്ട്, ഈ കഥ അടച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ചോദിക്കാനുള്ളൊരു ആക്കം കിട്ടുന്നില്ല. പതുക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടോ, കഥ അടച്ചോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇന്നലെ വരെ തിരുമനസ്സെ ഉത്തരവെന്ന് പറഞ്ഞപ്പോഴാ ചുമ്മാ ഇരിയല്ലയാ. ആരോടാ? രാജാവിനോട്. തണ്ണി അടിച്ചവന് ഭയങ്കര സോഷ്യലിസമാണ്. അപ്പനെയും കയറി വിളിക്കും അളിയ, രാജാവിനെ വിളിക്കുക അളിയ. ഏപ്പാടി. ഇതും ബൈബിളിൽ എഴുതി വെച്ച്. ഇവൻ്റെ കുടിച്ചു പൂസായവൻ്റെ ലഹരിയുടെ കണക്ക് വരെ എഴുതി അറിയണ്ടോ? 21 അധ്യായം വായിച്ചാൽ മനസ്സിലാകും. ഞാനതിൻ്റെ ഞരക്കമൊക്കെ നിർത്തിക്കളയും. അവിടെ എഴുതിയിരിക്കുകയാണ്, തെക്ക് നിന്ന് ചുഴലിക്കാറ്റ് വരുന്നത് പോലെ അത് വരുന്നു. ബേൽശസ്സറിൻ്റെ അരയിലെ വേദന ഏപ്പാടുന്ന കാര്യം യെശയ്യാ 21 എഴുതി വെച്ചിരിക്കുക. എന്താ എഴുതുന്നറിയണ്ടേ? എൻ്റെ അരയിൽ സ്ത്രീകൾക്ക് നോവ് വരും പോലെ നോവ് കിട്ടിയിരിക്കുന്നു. എനിക്ക് കണ്ണ് കാണാൻ വയ്യാതായിരിക്കുന്നു. ഞാൻ കാക്ഷിച്ച സന്ധ്യാസമയം അവൻ എനിക്ക് വിറയലാക്കി തീർത്തു. ഞാൻ ആടിത്തിമിർക്കാൻ ആഗ്രഹിച്ച ദിവസം എനിക്ക് വിറയലാക്കി തീർക്കൂ. ലഹരിയുടെ ആധിക്യത്തിൽ പുളയുന്ന ആ സമൂഹത്തെ ഉന്മൂലനം ചെയ്തുകൊണ്ട് ഇതാ കോരശ് രാജ്യം പിടിച്ചെടുത്ത ശേഷം അമ്മാവിയപ്പനായ ദാര്യാവേശിന് കൊടുത്തു. അപ്പച്ചൻ നന്നായി ഭരിച്ചു, പെട്ടെന്ന് മരിച്ചു. ഇതും കൂടെ മകൻ്റെ കയ്യിലെത്തി. ബാബിലോൺ, മേദ്യ, പേർഷ്യ ഇതെല്ലാം എത്തി. ഇത്രയും കയ്യിലെത്തിയപ്പോൾ കോരശിൻ്റെ ഭരണം തുടങ്ങി. കോരശ് അധികാരത്തിലേറിയ 1-ാം വർഷം, അധികാരത്തിലേറിയ ശേഷം തനിക്ക് രാജ്യം തന്ന ദൈവത്തിന് മഹത്വം അർപ്പിച്ചിട്ട് പറയുക, സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളും എനിക്ക് തന്നിരിക്കുന്നു. നിങ്ങളിൽ അവൻ്റെ ജനമായി ആരെങ്കിലും ഉണ്ടെങ്കിൽ യഹൂദിയായിലെ യെരുശലേമിലേക്ക് അവർ മടങ്ങിപ്പോകട്ടെ. അവൻ അവിടെ ചെന്ന് ഒരു ദേവാലയം പടുത്തുയർത്തട്ടെ. ഇനി അങ്ങനെ പോകാൻ മനസ്സില്ലാത്ത സാഹചര്യമില്ലാത്തവരുണ്ടെങ്കിൽ മനഃപൂർവ്വ ദാനങ്ങളെ കൊടുത്ത് പോകുന്നവരെ പിന്തുണയ്ക്കട്ടെ. അങ്ങനെ ദൈവം ഉണർത്തിയ ഏവനും ഒരു മഹാസംഘമായി അവർ തിരിച്ചെത്തുമ്പോൾ സങ്കീർത്തനത്തിലുള്ള പ്രവാചകൻ പാടിയ ഒരു പ്രവചനം നിവൃത്തിയായി. വിത്ത് ചുമന്ന് കരഞ്ഞുകൊണ്ടുവരുന്നു, കറ്റ ചുമന്ന് ആർത്തുകൊണ്ടുവരുന്നു. യഹോവേ, തെക്കേ നാട്ടിലെ തോടുകളെപ്പോലെ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തണമേ. യെരുശലേം വീണ്ടും പണിയപ്പെട്ടു. ദേവാലയം പുനർനിർമ്മിക്കപ്പെട്ടു. ദേവാലയത്തിന് ചുറ്റുമതിലുകൾ കെട്ടപ്പെട്ടു. എന്തിനാണ് സൂചിപ്പിച്ചത്? ഇതാണ് ബൈബിൾ പ്രവചന നിവൃത്തിയുടെ ആയിരക്കണക്കിന് വിഷയങ്ങളിൽ ഒരു വിഷയത്തിൻ്റെ തെളിവ്. ഇന്ന് ഈ പുസ്തകം കൊണ്ട് അവിടെ വന്നിട്ടുള്ള ദൈവമക്കളെ,
ഇത് മാറോടടുക്കി പിടിച്ച് ഇതിൻ്റെ അതുല്യ സത്യങ്ങൾക്ക് വേണ്ടി നിൽക്കാൻ മനസ്സുള്ള പ്രിയപ്പെട്ടവരെ, തകർന്നടിഞ്ഞ നിൻ്റെ ജീവിതത്തെ പുനർനിർമ്മിക്കാൻ കഴിയുന്ന ഒരൊറ്റ കാര്യമേ ഉലകത്തിലുള്ളൂ. അത് ദൈവത്തിൻ്റെ ശബ്ദമാണ്. നിൻ്റെ കുടുംബം തകർന്നോ? ജീവിതം തകർന്നോ? വ്യക്തിയാധിഷ്ഠിതമായ 100 പ്രശ്നങ്ങളിൽ നിങ്ങൾ അകപ്പെട്ടു പോയോ? ഇതാ പ്രവർത്തിക്കുന്നൊരു ദൈവം തൻ്റെ വാഗ്ദത്തം പോലെ കാലമെത്ര കഴിഞ്ഞാലും അധികം തിരികെ തരുമെന്നുള്ള വാഗ്ദത്തത്തിൻ്റെ മുമ്പിൽ ആര് സ്വയം ഏൽപ്പിക്കും? ഇതാ പ്രവർത്തിക്കുന്ന ദൈവം. ഈ മനുഷ്യൻ ഒന്നുകൂടി പറഞ്ഞു, യഹോവ തന്നെ ദൈവം. യഹോവ തന്നെ ദൈവം എന്ന് പറയുമ്പോൾ യഹോവ എന്ന് കേട്ടാൽ ഭക്തൻ മനസ്സിലാക്കിയിരിക്കണം, അത് പിതാവായ ദൈവത്തെ പറ്റിയാണ്, അത് പുത്രനായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ്, അത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. 3 പേരെയും കുറിച്ചാണോ? അതെ. വേറിട്ട് വരുമോ? വേറിട്ടും വരും. കാരണം ആരാണ് യേശു? യാഹുവേ യാശ്വ, അതാണ് യേശു. യാഹുവയും യാശ്വയും ചേർന്ന 2 ശബ്ദം യഹോഷുവ, അർത്ഥം യഹോവ രക്ഷകൻ. അതിൻ്റെ മലയാള ലിപ്യന്തരീകരണമാണ് യേശു. കണ്ട, മൂലഭാഷയോട് നീതി പുലർത്തി സംസാരിക്കുന്ന നമ്മളാ യഹോഷുവ. മലയാളി എങ്ങനെ പറയുന്നു? യേശു. അതാ കറക്റ്റ്. സായിപ്പ് പറയുന്ന ജീസസ് അല്ല കറക്റ്റ്. യഹോഷുവ. യേശുവിനെ എങ്ങനെ വിളിക്കണം? യഹോഷുവ. പിതാവിനെ എങ്ങനെ വിളിക്കണം? യാഹുവേ. എങ്ങനെ വിളിക്കണം? പരിശുദ്ധാത്മാവിനെ യാഹുവയുടെ റൂഹ, യാഹുവേ റൂഹ. ചുരുക്കത്തിൽ യാഹുവേ എന്ന അബ്ബാ യാഹുവേ, യാഹുവേ റൂഹ, യാഹുവേ യാശ്വ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ആ ഏകസത്യ ദൈവത്തിന് കൊടുത്ത ആലോചന തിരിച്ചറിഞ്ഞ ഒരു ജാതീയ രാജാവ് പറയുക, യഹോവ തന്നെ ദൈവം. ഭൂമിയിലെ സകല രാജ്യങ്ങളും അവൻ എനിക്ക് തന്നിരിക്കുന്നു. ഇത് അനുഭവമാണെന്ന്. ഈ അനുഭവമുള്ള ദൈവമക്കൾ സ്വന്തം ജീവിതത്തിലേക്ക് തിരിഞ്ഞിരുന്നിട്ട് പറഞ്ഞാട്ടെ, ജീവിതത്തിൽ ഞാൻ നേടിയതല്ല യഹോവ തന്നു. ജീവിതത്തിൻ്റെ സകല ഉയർച്ചയും യഹോവ തന്നു. എനിക്ക് കഷ്ടതയും തോന്നുന്ന, വേദനയും തോന്നുന്ന ജീവിതാനുഭവങ്ങളും യഹോവ തന്നു. അവൻ അതിജീവനത്തിൻ്റെ ദൈവം, അവൻ സഹായത്തിൻ്റെ ദൈവം. ആ ദൈവം ഇന്ന് രാത്രി നമ്മുടെ മധ്യേ വിരാജിക്കുന്നു. അവൻ്റെ സാന്നിധ്യമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ ദൈവത്തെ കൂടാതെ, ആ ക്രിസ്തുയേശുവിനെ കൂടാതെ, ആ വാഗ്ദത്തം കൂടാതെ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ചരിത്രത്തിൽ അത്ഭുതങ്ങളെ സൃഷ്ടിച്ച ആ മഹാദൈവത്തിൻ്റെ പുത്രനെ ഒരിക്കൽ കൂടി രക്ഷകനും കർത്താവുമായി ഈ ശബ്ദം കേൾക്കുന്ന ജനതയുടെ മുമ്പിൽ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഞങ്ങൾ ആവർത്തിക്കുന്നു, മറ്റൊരുവരിലും രക്ഷയില്ല, മറ്റെവിടെയും രക്ഷയില്ല, മറ്റെങ്ങനെയും രക്ഷയില്ല. മനുഷ്യരാശി രക്ഷാനുഭവത്തിൻ്റെ മനോഹര സോപാനങ്ങളെ കടന്നു വരാൻ ദൈവമൊരുക്കിയിരിക്കുന്ന ആ രക്ഷാകരണ പ്രവൃത്തി യേശു ക്രിസ്തുവിൽ കൂടി മാത്രം. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവൻ്റെ രക്തത്തിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. ആ രക്തം നമുക്ക് രോഗശാന്തിയാണ്. ആ രക്തം നമുക്ക് വാഗ്ദത്തമാണ്. ആ വാഗ്ദത്തത്തിൽ അടിയുറച്ചുകൊണ്ട് ഉലകത്തോട് മുഴുവൻ പറയാം, യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവം. ഈ മഹാദൈവത്തെ അനുനിർമ്മിക്കാൻ, അനുധാവനം ചെയ്യുവാൻ അടുത്തു മകലെയും ഈ ശബ്ദം കേൾക്കുന്ന ഏവർക്കും അത്യുന്നതൻ കൃപയും പ്രാപ്തിയും നൽകട്ടെ എന്ന ആഹ്വാനത്തോടെ ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവ തിരുനാമം മഹിമപ്പെടുമാറാകട്ടെ. ആമേൻ.